لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الله سبحانه وتعالى പരിശുദ്ധമായ റമദാന്റെ ബർക്കത്തോട് നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരുമാറാണ്. റമദാൻ ഗുണമായി സാക്ഷിയുടെ സ്വാധീനങ്ങളെ ഭാവനകളെല്ലാം ഉൾപ്പെടുത്തി തരുമാറാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പവിത്രമായ റമദാനിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തും വെച്ച് ഇബാദത്തുകളെല്ലാം ആക്കിയിട്ട് ഏറ്റവും വലിയ ഇബാദത്തും ത്വാഅത്തുമായ ഇൽമുടെ സദസ്സിൽ നിർമ്മിച്ചുകൊള്ളും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകണം. ഇതിലാക്കി സന്തോഷത്തിൽ സ്വർഗ്ഗലോകത്ത് നിർമ്മിച്ചുകൊള്ളും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി ഞങ്ങളെ കൽബെല്ലാം അള്ളാഹു ശുദ്ധിയാക്കി തരുമാറാണ്. പരിശുദ്ധ റമദാൻ ചെന്നത് ശഹ്റു തൗബത്തി വൽ ഇബാദത്താണ്. തൗബത്തെയും ഇബാദത്തിനെയും നീങ്ങളാണ്. പരിശുദ്ധ റമദാനിൽ അള്ളാഹു ഏരിച്ചു മടങ്ങുകൊള്ളാം. അതോടൊപ്പം ധാരാളം ഇബാദത്തുകൾ അള്ളാഹുടെ അനുസരിക്കുകയുള്ളൂ നല്ല ദിനം ബദലാവണകൾ. ഒരു മനുഷ്യരുടെ ബദലാവണകൾ പറ്റിയെത്തിയ ദിനങ്ങളാണ് റമദാൻ. ബദലാവണൻ എങ്ങനെ അവിടെ ചെന്നെങ്കിൽ തനിയെ ബദലാവണ ആവില്ല. ഒരാൾ ബദലാക്കൽ ആരംഭിക്കട്ടെങ്കിൽ അയാൾ വേറൊരാൾക്ക് നല്ല ബദലാക്കോ സാധ്യം. നിങ്ങളെ ബദലാക്കോ നമുക്കും സാധ്യമില്ല, എൻ്റെ ബദലാക്കോ നിങ്ങൾക്കും സാധ്യം. അവനവനും മനസ്സാക്കും. ഒരാളെ ഉൾഗത്തെ ഒരു വാഴി എപ്പോഴും അവൻ ഉപയോഗമുണ്ടാകും. കഫാബിൽ മൗത്തി വാഴിവാൻ ചൊന്നിട്ടു മഹാന്മാർ പരിപാടിക്കുന്നു. ഒരാളെ ഏറ്റവും വലിയ വാഴി ഉപദേശക ആരെന്ന് കേട്ടെങ്കിൽ മരണമാണ്. അതുപോലെ ഒരാളെ പങ്കുടെ ഉൾഗത്തെ ഒരു എച്ചരിക്ക എപ്പോഴും വന്നുകൊണ്ട് വേണം ജാഗ്രത. ആൾമാരോട് എല്ലാം ഫത്വ നടത്തി ഓരോരുത്തർ ഓരോ ടൈപ്പ് ചെല്ലാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ കൽബുടൊട്ടി കൊണ്ട് കേട്ടുക. ഈ ഒരു വിഷയത്തിൽ ഭർത്താവുമ്പ ചെല്ലുമ്പ ആക്കുമ്പ നിന്റെ കൽബ് വള മനസ്സും ചെന്നിട്ടുണ്ടോ. അത് ചിലപ്പോ കറക്റ്റ് ചെല്ലത്. അത് ചെന്നിട്ടും പലപ്പോഴും ഞാൻ വിരുദ്ധാക്കുക അങ്ങനെ പോകുക. കൽബുടൊട്ടി കൊണ്ട് കേട്ടുക. അപ്പൊ ഞാൻ ചെന്നുകൊണ്ടുണ്ട്. ഏതൊരാളെയും ബദലാക്കൽ ആരംഭിക്കട്ടെങ്കിൽ അവൻ മാത്രമാണ്. ഞങ്ങൾ സ്ഥാപനങ്ങളിൽ ബാക്കി വെക്കാം, പഠിക്കും മക്കളാക്കണം. ആ മക്കളെ ഉഷാറാക്കളെ ആരംഭിക്കട്ടെങ്കിൽ പരിസരങ്ങളെല്ലാം ചിലപ്പോൾ കാരണമായിട്ടില്ല. നല്ല കോളേജാണ്, നല്ല സ്ഥാപനമാണ്, എല്ലാ സൗകര്യവും ഉണ്ട്, ഭയങ്കര വലിയ ഉസ്താദാണ്, ഭയങ്കര വലിയ മാസ്റ്റർമാരാണ്, എല്ലാ സൗകര്യവും. പക്ഷേ പഠിപ്പിടേണ്ട ആളുകൾ ഒരു മടിയാണ് ഇപ്പോഴും. അവനിക്ക് ഇത് വേണ്ടാണ്ടായിട്ട് ഓൻ്റെ ഇപ്പോഴാക്കും ലോകത്താറും സാധ്യം. അതുകൊണ്ട് സ്റ്റുഡൻസിനൊട്ടിയ മുതാലിമീങ്ങളൊട്ടിയ വിദ്യാർത്ഥികളൊട്ടിയ ഞാൻ പലപ്പോഴും ചൊല്ലുന്നു, നിങ്ങൾ ഏത് സിറ്റിക്ക് പോയിക്കോ, ഏത് യൂണിവേഴ്സിറ്റിക്ക് പോയിക്കോ, അവിടെ വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലേ, ഞാൻ അവിടെ പോയില്ലെങ്കിൽ ഉഷാറാവത്തെ. ശരി, അവിടെ പോയെങ്കിൽ ഉഷാറാവിടെ എപ്പ നീ ഹയാത്തില്ലെങ്കിൽ മാത്രമാണ് നിനക്ക് പഠിക്കണമെന്നുള്ളൊരു ബോധം കൊണ്ടുണ്ടായത്. അവിടെ പോകണമെന്നില്ല. പ്രായത്തെ ഏത് സാമാന്യ ഉറവൊക്കെ വെച്ചെങ്കിലും ഉഷാറാവുക അവിടെ. അപ്പൊ ചൊന്നുകൊണ്ടുള്ള ബദലാവണ നല്ലത് നനയാക്കണോ. പരിശുദ്ധ ഖുർആൻ ചൊല്ലും. ഞങ്ങൾ വിചാരിച്ചിരിക്കുക റമദാൻ വന്നെങ്കിൽ ഞങ്ങളെല്ലാം ചേഞ്ച് ആയിട്ട് അള്ളാഹുവിന് മക്കൾ ഭയങ്കര വലിയ ആൾമാരവിടെ. അതുപോലെ നല്ല നല്ല ജാവുകളുടെ വന്ന് ഞാൻ ഭയങ്കര അവിടെ അല്ല. അങ്ങനെ ആവണോട്ടായിട്ട് ഞാൻ മനസ്സിലാക്കണം. ഖുർആൻ ചൊല്ലും ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമാജത്തുള്ള തപ്പുടെ അല്ലെങ്കിൽ ഒരു കൗമിലുള്ള തപ്പുടെ ചേഞ്ച് ആക്കണോട്ടായിട്ട് അങ്ങക്ക് സ്വയം ബുദ്ധി പറഞ്ഞു നമുക്കൊന്ന് ചേഞ്ച് ആവണല്ലേ ചൊല്ലിക്കേണ്ട ബോധം അങ്ങ് വന്നെങ്കിൽ മാത്രമാണ് അങ്ങനെ നാൻ ഇത്രയുണ്ട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളൂ. ഈ ബോധം വരാത്ത കാലത്തോളം 1000 റമദാൻ വന്നിട്ടും കാര്യമില്ല, 1000 നാൾ തറാവീഹ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. അതൊരു യാന്ത്രികമായ പടി പോലെ ഇങ്ങനെ നടക്കണമെന്നല്ലാണ്ട് നിന്റെ ഉള്ളിലത്തെ ആ ഒരു ബോധം വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ടും ഞാൻ പണ്ടത്തെ പോലെമേ ആക്കിക്കൊണ്ടുള്ളേ. അപ്പൊ നിന്റെ ആരാണ് ചേഞ്ച് ആക്കണേ? റമദാനിന്റെ ഫസ്റ്റ് തന്നെ അച്ഛനാക്കണായത് നാടക്കം നക്കൊന്ന് ബദലാവണോ. എന്തിനു ബദലാവണേ? തടി ബദലാവണോണ്ടല്ല, നിന്റെ ആത്മാവ് ഒരു ചേഞ്ചസ് കിട്ടണോ. പഠിച്ചോന്റെ മുമ്പിൽ ഇഷ്ടപ്പെട്ട ആള് നാണാവണോ.
ആൾമാരെല്ലാം പലതും ചെല്ലുവാർ, അയാൾ അങ്ങനെ ഇയാൾ ഇങ്ങനെ, ആൾമാരെല്ലാം ഓതുവാർ. അതൊന്നും വാല്യൂ ഇല്ല. പഠിച്ചോണ്ട് മുതൽ അങ്ങനെ ആവണോണ്ടില്ല. അള്ളാഹുടെ മുതൽ സ്വീകരിക്കപ്പെട്ട ഒരാൾമാറാറ്, തള്ളപ്പെട്ട ഒരാൾമാറാറ്, അത് ഉണങ്ങിയേ കൊണ്ടു. അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു പേടി, റബ്ബേ നാളെ നിന്റെ മുട്ട സ്വീകരിക്കപ്പെട്ട ആളാ, നീ എന്നെ സ്വീകരിച്ചില്ലേ, നിന്റെ അമൽ നിന്റെ മുട്ട കബൂൽ ആയില്ല, അനുസ്കരിച്ചില്ല, ബാക്കിയെല്ലാം ആക്കില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത ഒരു മനുഷ്യർക്ക് എപ്പോഴും വരുന്നുണ്ടാണ്. റമദാൻ ബദലാവണത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റെഡിയാക്കി തന്നെങ്കിൽ നിങ്ങൾ ഞാൻ പണിയെടുക്കണോണ്ടാണ് ചെന്നുകൊണ്ടുള്ളത്. മുഞ്ഞാണ്ട് ബറാഅത്തുൽ ജാവയുടെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കണ്ട് കൽബ് ഗോത്രത്തെ ആടുങ്ങളെ റോമത്തെ കതിറിൽ അല്ലാഹു തആല ആൽമാർക്ക് പുറത്തു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ഞാൻ അതിൽ പെട്ടിട്ടായിട്ടിക്കൂ. കാരണം കൽബ് ഗോത്രത്തെ ആടിലെ റോമ എത്ര കോട്ടിക്കൂ. അപ്പൊ ലോകത്തിന്റെ 800 കോടി മനുഷ്യന്മാരില്ലെങ്കിൽ അതിൽ 200 കോടി മുസ്ലിമീങ്ങ, കോടിക്കണക്കിൽ 200 കോടിയിലായിട്ട് കുറച്ച് മുസ്ലിമീങ്ങ ഉള്ള ലോകം. അപ്പൊ അതിൽ ഏതായാലും ഞാൻ പെട്ടുപോയിട്ടിക്കുക. നിരീക്ഷ വേണം, പക്ഷെ ആ നിരീക്ഷക്ക് തക്ക പണി ഞാൻ ആക്കണോ. ബറാഅത്തുൽ ജാവയുണ്ട് അങ്ങനെ ദ്വാർന്ന് പോയിട്ട് പോയപാടെ എന്റെ സ്വഭാവം മാറിയിട്ട് ഞാൻ ഉണ്ടായ വിദ്യാണ് ഞാൻ ചേഞ്ചായ ഞാൻ വിചാരിച്ച ഇന്നത്തെ ജാവയുടെ ദ്വാരത്ത് ഉത്തരം കിട്ടിയത് ഞാൻ വിജയിച്ചിട്ടായിട്ട് ഞാൻ സ്വർഗത്ത് പോയ നണ്ടൊട്ടി എന്തൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടു, പണി ഞാൻ എടുത്തരേ ദ്വാർന്ന പാടയിത്ത നെക്സ്റ്റ് നിന്റെ ചേഞ്ച് ചെയ്തല്ലേ. അങ്ങനെ ആവുക ഒരു വിഷയ ഞാൻ ഏറ്റെടുത്തേണ്ടെങ്കിൽ അതിലെ ഇസ്തിഖാമത്തോടെ നേരെ നിപ്പാട്ടി കൊമ്പോട് സാധ്യമാവണോ. ക്വാളിഫിക്കേഷൻ നക്ക് വേണോ, പണി ഞാൻ എടുക്കണോ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിപാടി തന്നെ. ഈ ബോധം മരിക്കുന്നോടത്തോളം നിങ്ങൾക്ക് വേണം, എങ്കിൽ ഞാൻ എന്തും മോശമാവുന്നു, വെടക്കാവുന്നു. അല്ലാണ്ട് എപ്പോഴോ റമദാൻ വന്നപ്പോ ഞാൻ ഭയങ്കര സജീവായ, പിന്നെ ഞാൻ പണ്ടത്തെ ആളുകെ മടങ്ങിയാണ്ടായെങ്കിൽ എന്റെ ദോഷങ്ങൾ എങ്ങനെയാണ് പൊറുക്കപ്പെടുന്നത്? ദോഷങ്ങൾ പിന്നെ ഇങ്ങനെ കുന്നുകൂടിയോണ്ടേങ്കിലേ അതൊരിക്കലും പാടില്ല. ഏറ്റവും വലുതായിട്ട് മനുഷ്യൻ സൂക്ഷിക്കണായ അവന്റെ നാവുടെയാണ്. ഇക്കട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള ചുരുക്കിയിട്ട് ചൊല്ലെങ്കിൽ അള്ളാഹു പുറത്തു തരണുണ്ടായെങ്കിൽ, അതുപോലെ നക്ക് അള്ളാഹു വാഗ്ദാനാക്കിയത്തെ കുറെ പ്രതിഫലങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം കിട്ടണുണ്ടായെങ്കിൽ എന്റെ ഇന്ത്യൻ ആദ്യം നാണ് സമാക്കുള്ളൂ. സമാക്കലാരുടെ കേട്ടെങ്കിൽ നാണ് മാത്രം. ലോകത്തൊരാളും സമാക്കല്ല. എന്റെ അപ്പ ഉമ്മ സമാക്കളോട് പേരിക്കണ്ട, എന്റെ ഉസ്താദ് സമാക്കളോട് പേരിക്കണ്ട, ജമാഅത്തരംഗ സമാക്കളോട് പേരിക്കണ്ട, ആറും സമാക്കല്ല. എന്റെ ബദലാക്കുന്നത് നാണ് മാത്രം ചൊല്ലെങ്കിലത്തെ ആ ഒരു ബോധം എപ്പോഴും നക്ക് വേണു. അള്ളാഹുടെ മുന്നിൽ സ്വീകരിക്കപ്പെടുക പറ്റിയെങ്കിലത്തെ ക്വാളിഫിക്കേഷൻ നക്ക് വേണു. ഒരാളിലൊട്ടിക്ക് ചെന്ന് ഒരാചാരമോളം മങ്ങിനായെങ്കിൽ ആ പുതിയാപ്പിളെ ആചാരം ജഡ്ജാക്കുള്ളൂ. ഹൈക്കോടതിയിൽ ജഡ്ജാക്കുക വിഷയക്കൂ. നോക്കുമ്പോ ഇയാളെ മോളിനെ ഒരാൾ മങ്ങിയിലായിട്ട് അയാളിപ്പോ ഹൈക്കോടതിയിൽ ജഡ്ജാണ്. അപ്പൊ നോക്കുമ്പോ ഇയാൾക്ക് പിന്നൊരു മോളും ബ്രോക്കർ ചൊന്ന് നടക്കുക ശുരുവാക്കിയിട്ട് ഇയാളെ മോളെ മങ്ങിയിലായിട്ട് ജഡ്ജ് അവിടെ ഗ്യാരണ്ടി. അപ്പൊ കുറെ ആൾമാർ ഓടി വന്ന ബ്രോക്കർ അങ്ങനെ ചൊന്നത് ശരി, മോൾ ജഡ്ജ് അവിടെ ഓടി വന്ന് നോക്കിയിട്ട് ഓൺ നോക്കുമ്പോ ഓൺ SSLC ഫെയിലായിരിക്കത്ത ആളാണ്. SSLC ഫെയിലായിരിക്കത്ത നീന് എങ്ങനെ പോവാം? ഇയാളെ മർമോനായ പാടെ ഹൈക്കോടതി ജഡ്ജാവിടെ. നിക്കൊരു LLB ക്വാളിഫിക്കേഷൻ എങ്കിലും വേണ്ടേ, നീ ഒരു വക്കീലായിട്ട് വേണ്ടേ? ഫസ്റ്റത്തെ മർമോന്റെ ജഡ്ജാക്കുള്ള കാരണം അവൻ വക്കീലായില്ല, അവൻ പഠിച്ചില്ല, അവനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവന്റെ വീട്ടിൽ ജഡ്ജാക്കിയത്. അത് കേട്ടിട്ട് അവൻ ഓണം ഓടി വന്ന നക്കും ജഡ്ജാവണോ, നക്കും മങ്ങിലാവാം, പക്ഷെ നീ ജഡ്ജാവല. എന്തുകൊണ്ടു? നീക്ക് ഈ ക്വാളിഫിക്കേഷൻ ഇല്ലേ. ഇതേ ഉദാഹരണത്തെ ഞങ്ങൾ ഓരോരുത്തരെ വതുക്കുക ഞങ്ങൾ തട്ടുവാട്ടി നോക്കുമ്പോ അള്ളാഹു അങ്ങനെ പുറത്തു തന്നറ, അള്ളാഹു ഇങ്ങനെ തന്നറ. കറക്റ്റ്. അള്ളാഹു വലിയ ഔദാര്യവാനാണ്. അള്ളാഹുടെ മുട്ട സമാവാത്തി എല്ലാം അള്ളാഹുടെ മുട്ട ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു ചെറിയ ക്വാളിഫിക്കേഷൻ പണിയെടുത്തിട്ട് ഞാൻ പഠിച്ചോണ്ട് വന്നാൽ പോണു എങ്കിൽ മാത്രമാണ് വിജയിക്കുക സാധ്യ. നക്ക് മക്കത്ത് പോകണം ചെന്നിട്ടു ദുബായി പോകണമെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ചെങ്കിൽ ഞാൻ മക്കത്ത് എത്തില്ല, ഞാൻ എത്തുന്നത് ദുബായി കാണി കയറും അങ്ങ് ചേഞ്ചായി പോകണ്ടു. അപ്പൊ ഇതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള ഞങ്ങ അള്ളാഹുടെ മുട്ട സ്വീകരിക്കപ്പെടാനായ ആൾമാരാവണോണ്ടായെങ്കിൽ ഞങ്ങ ബദലാവണക്ക് റെഡി ആവണോ, ചേഞ്ച് ഞങ്ങമേ ആക്കണോ. ഞാൻ ഈ അടുത്തൊരു ക്ലാസ്സിൽ ചെന്നിട്ടുണ്ട്. കുറെ വർഷത്തിന് മുന്നോട്ട് 10-15 വർഷത്തിന് മുന്നോട്ടായിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് മൊബൈലിൽ, ഒരു ടെക്സ്റ്റ് മെസ്സേജ്.
അതിപ്പോഴും നമുക്ക് നെനപ്പാവും, എഴുതി വെച്ചതല്ല, ആ മെസ്സേജ് കാണും, മെസ്സേജിൽ ഇപ്പൊ നെനപ്പാവും. അതിൽ എന്നിട്ട് ചൊന്നിട്ട് ഞാൻ ചൊന്നെങ്കിൽ അതിലൊരു ഇംഗ്ലീഷ് മെസ്സേജാണ്. അതിൽ ചൊല്ലു, ചേഞ്ച് cannot given to you every time, you only must bring the change എന്നിട്ട് അതിൽ ആ ഒരു മെസ്സേജ് സന്ദേശം കടത്തിയവൻ വലിയ ഭയങ്കര ഒരാളായിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ട് അല്ലൻ സാറിൻ്റെ ഒരു പറ എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങളെ മനസ്സിൽ നല്ല തെച്ചെങ്കിയത്തൊരു മെസ്സേജ്. അതിലർത്ഥം എന്താ? ചേഞ്ച് cannot given to you every time. ചേഞ്ച് എപ്പോഴും നിക്ക് കിട്ടില്ല, നീനെ ചേഞ്ച് എടുത്ത പറഞ്ഞോ. അത് ആറ് ചൊന്നുറേണ്ടി ഇങ്ങനെ നോക്കുമ്പോ കീഴിൽ സിറ്റി ബസ് കണ്ടക്ടറാണ് അത് ചൊന്നുറയാണ്. അപ്പൊ കറക്റ്റ് സിറ്റി ബസ് കണ്ടക്ടർ പണി എന്തെങ്കിലും ചൊന്നെങ്കിൽ ചില്ലറ കൊടുക്കുന്ന പണിയാണ്. എപ്പോ നോക്കിയോ അവിടെ ജേബിൾ ചില്ലറ ഇക്കിട് നീ എത്ര ചില്ലറ കൊടുത്തെങ്കിൽ അവർക്ക് വേണു സൈക്കിൾ ആവാണ്ട് ബസ്സിൽ എത്തി വെച്ചിട്ട് ഇക്കിട് ചില്ലറ കൊമ്പറോ. കാരണം 10 രൂപ 100 രൂപയാണ് കൊടുക്കും. അവൻ ഈ 10 രൂപ എടുത്തിട്ട് 90 രൂപ നീക്കും തന്നു, ഇയാൾക്കും കൊടുക്കണില്ല. അങ്ങനെ ഒരു 10 ആൾ 10 ആൾ ചില്ലറ കൊടുക്കണം. കണ്ടക്ടർമാരെ ഏറ്റവും വലിയ സമസ്യ എന്തിനു കേട്ടെന്ന് ചെന്നാൽ ചില്ലറയാണ് സമസ്യ. അവൻ ചെന്ന സമാനം എപ്പോഴും കേട്ടു, ബസ് പറഞ്ഞ ചില്ലറ കോടി അതൊരർത്ഥം. അതേ സമയത്ത് ആ ചേഞ്ചിന് ഞാൻ ബദലാവണേ എന്നുള്ള അർത്ഥം വെച്ച് ചേഞ്ച് ചൊന്നെങ്കിൽ ബദലാവണേ. ഇയാൾ ചൊന്ന സന്ദേശം നോക്കൂ, ചേഞ്ച് നിങ്ങൾക്ക് ബദലാവണ നിങ്ങൾക്ക് തറവ് ആർക്കും സാധ്യയില്ല. യു ഓൺലി ബ്രിങ് ദ മസ്റ്റ് ബ്രിങ് ദ ചേഞ്ച്. നിങ്ങമേ ചേഞ്ച് എടുത്ത പറഞ്ഞു ബദലാവണ നിങ്ങൾക്ക് തരണം ആർക്കും സാധ്യയില്ല. നിങ്ങമേ ബദലാവണ എടുത്ത പറഞ്ഞുകൊണ്ടാണ് അയാൾ എപ്പോഴും ബസ്സിൽ തെറ്റി ചെന്നുകൊണ്ടുള്ളത്. ആ മെസ്സേജാണ് ഞങ്ങൾ കാത് കിട്ടുകൊണ്ടുള്ളത്. റമദാനിന്റെ തുടക്കത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും വലിയ സന്ദേശം, ലോകത്ത് ഞങ്ങളെ നന്നാക്കലാകുമാർ ആരുമില്ല. ഞങ്ങളെ നന്നാക്കുന്നത് ഞങ്ങൾ മാത്രമാണ്. ഞങ്ങൾക്ക് മനസ്സ് പറഞ്ഞു മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ വഴിപാട്ടിയാൽ 2-3 മാർഗങ്ങൾ ഇമാമിയങ്ങൾ വഴിപാട്ടിയാൽ നക്കെങ്ങനെ ബദലാവാം, അള്ളാഹുടെ മുട്ട നക്കെങ്ങനെ എത്താം. അത് ചില ആൾമാർ ചെന്നാറ് മുഷാറത്താണ് ചൊന്നപ്പോൾ മുഷാറത്താണ്. സൈക്കോളജിസ്റ്റ് ക്ലാസ്സിൽ പോയെങ്കിൽ അല്ലാത്ത ക്ലാസ്സുകളെല്ലാം പോയെങ്കിൽ എങ്ങനെ ബദലാവണ അവിടെ, എങ്ങനെ പൈസാക്കുക അവിടെ, അതിന് ധാരാളം ക്ലാസ്സുകൾ ഞങ്ങൾ പോകണ്ട. വ്യത്യസ്തമായ ട്രെയിനിങ് എല്ലാം അവിടെ പോയപ്പോൾ ഇതുപോലത്തെ ചില കാര്യങ്ങൾ ചൊന്തണ്ട. അവിടെ നല്ല ആത്മീയമായ ബദലാവണവും ഇങ്ങനത്തെ കാര്യങ്ങൾ സ്വീകരിക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാമുടെ ഈ കിതാബ് വായിക്കുമ്പോൾ ഞാൻ അയാളെ ലൈൻ വായിച്ചോളൂ, ഡയറിയിൽ എഴുതി വെച്ചിട്ട് അയാൾ ചൊല്ലേ സുബൈ എഞ്ചപാട് എപ്പോഴും 5 ലൈൻ ചെല്ലണം. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഐ ആം ദി ബെസ്റ്റ്. ഐ ആം ദി ബെസ്റ്റ് സുബൈ എഞ്ചപാട് ആൾമാരൊട്ടിಗೆ ചെല്ലണോണ്ടല്ല, സേ യുവർ സെൽഫ്, നിന്റെ ഒട്ടിಗೆ നീ ചൊല്ലണം. ഐ ആം ദി ബെസ്റ്റ് ചെല്ലണം. അതുപോലെ ഐ ആം എ വിന്നർ ചെല്ലണം. ടുഡേ ഈസ് മൈ ഡേ ചെല്ലണം. ഇങ്ങനെ 5 വിഷയം അതിട്ടുള്ളൂ മോട്ടിവേഷൻ ലൈൻ. അപ്പൊ അബ്ദുൽ കലാം ചെന്നെങ്കിൽ എത്ര പലക്കാണ് അതഞ്ഞിക്കളി. പക്ഷെ ഇതിൽ അതേ ഒത്ത വിഷയമാണ് ചൊന്നുകൊണ്ടുള്ളത്. സുബൈ എഞ്ചപാടെ മുഷാറത്താൻ ചൊല്ലെങ്കിൽ എത്ര പണിയുണ്ട്. മുഷാറത്താ ചൊന്നെങ്കിൽ നണ്ടൊട്ടിಗೆ ഞാൻ മുണ്ടിയൊട്ടി സുബൈ എഞ്ചിട്ട് അതിന് നല്ല ടൈം എപ്പാണ്ട് കേട്ടെങ്കിൽ ഫജറിൽ പിന്നെയാണ്. സുബൈ നിസ്കാരത്തിൽ പിന്നെ അത്രത്തോളം ആരൊട്ടിയെ മുണ്ടിട്ടിക്കില്ലല്ലേ. സുബൈ എഞ്ചിട്ട് അത്രത്തോളം അങ്ങനെ സുബൈക്കാരും ചെമ്മ കൊണ്ടില്ല. പിന്നെയാണ് ഫജർ കഴിഞ്ഞാൽ പിന്നെയാണ് മുണ്ടകളുടെ സുഖാക്കളെ നാവുകളുടെ ഡ്യൂട്ടി സുഖവിടെ. പിന്നെ ചില ആൾമാർ അത്താത്ത് എഞ്ചപ്പമേ സുഖാക്കിടാറ്, കുറച്ചാൾമാർ അങ്ങനെ തീരാ ഇക്കട്ടെ. അധിക ആൾമാരും സുബൈക്ക് ചെമ്മെന്നും ഉണ്ടില്ല. അപ്പൊ ഫജർ തോന്നെങ്കിൽ സുബൈക്ക് എഞ്ച തഹജ്ജുദ് നിസ്കരിച്ച ഫജർ നിസ്കരിച്ച ഖുർആൻ ഓതിയ അതിൽ പിന്നെ തെല്ല് തെച്ചിട്ട് നല്ലൊട്ടികമേ ഞാൻ മുണ്ടിയുള്ളതുകൊണ്ടാണ് അതിക്കാണ് മുഷാറത്താണ്. മുഷാറത്ത സ്വഹാബത്ത് അങ്ങനെ ആക്കിയോണ്ടിരുന്നാറ്. അങ്ങനൊട്ടികമേ ഒരു കറാർ അങ്ങനെ എടുക്കണം. അങ്ങനൊട്ടികമേ അങ്ങനെ ഒപ്പന്താക്കിയോണ്ടാറ്. എന്തൊരു മുഷാറത്താക്കണേ. ദുനിയാവുടെ വിജയമല്ല ഞങ്ങൾ മുഷാറത്താക്കണം. അതിനെ പറ്റി ചൊല്ലുന്നുണ്ടേ. ഇത് നല്ല ആഹ്റം വെച്ചാവുള്ള ഒരു മുഷാറത്താൻ ചൊന്നെങ്കിൽ നിബന്ധന ആക്കിയോളെ ഷർത്താക്കിയോളെ നണ്ടൊട്ടികമേ ഞാൻ ഷർത്താക്കണേ. എന്തൊരു ഷർത്ത്? ഇന്ന് മൊയ്ത്തോള നാണ് എന്തെല്ല സൽക്കർമ്മങ്ങളാക്കണേ. ഈ അടുത്തൊരാൾ വന്നിട്ട് ഇത് ജീവിതത്തിൽ തർത്തീബ് എങ്ങനാക്കണേ. ഒരു കാരണം ഞാൻ അയാൾ ചൊന്നു കൊടുത്തത് ദവാമുള്ളൂ എപ്പോഴും ഉറൂതായി മാറി. അവ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ട്, തർത്തീബണി. പിന്നെന്നും ചൊന്നു കൊടുത്തത് ഇതാണ്. ഈ മുഷാറത്താ ചൊന്നെങ്കിൽ സുബൈക്ക് എഞ്ചപാടെ ചില ആൾമാർ അങ്ങനെ ഡയറിയിൽ എഴുതി വെച്ചോണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ മൊബൈലിൽ ടിക്കാക്കിയോണ്ടാകും. ഇന്ന് മോർണിംഗ് ഒന്നും എന്തെല്ലാം പണി ഞാൻ ആക്കി വെക്കണോ. അങ്ങനെ ഒരാൾ ആക്കിയാണ്ടെങ്കിൽ മോർണിംഗ് ഒന്നും അവിടെ കൊണ്ടത് ആക്കും സാധ്യമോ.
ടൈം ക്രമീകരിക്കുള്ള ജീവിതം തർത്തീവാക്കുള്ള ഏറ്റവും വലിയ മാർഗമാണ് സുബൈക്ക് എന്തവാണ് നമുക്കൊരു ബോധം വേണം. മോന്തിക്ക് മുന്നൽ എന്തെല്ലാം പണി ഞാൻ ആക്കി തീർക്കണോ അത് ആക്കി തീർക്കുക ഉറപ്പാണ്. നിങ്ങൾ 1000 സ്വറ എത്തിയപ്പോൾ അത് തന്നെ കൊണ്ടാക്കി തീർക്കുക സുബൈക്ക് എന്തവാണ് ഈ ബോധം വേണം. അത് മഹാന്മാരായ സ്വാലിഹീങ്ങളാക്കിക്കൊണ്ടിരുന്നാറ്, സ്വഹാബത്താക്കിക്കൊണ്ടിരുന്നാറ്. ഖുർആൻ ചൊല്ലുന്നു മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി. പടച്ചോൻ തട്ടി അങ്ങ് ആക്കിയത്തോട് ഒപ്പന്തോ സുബൈക്ക് എന്തവാണ് നണ്ടൊട്ടിയമേ ഞാൻ മുണ്ടറിൽ ചൊന്നെങ്കിൽ അത് പടച്ചോൻ തൊട്ടിക ഞാൻ ഒരു കരാറാക്കിക്കൊണ്ടുള്ള റബ്ബേ ഇണ്ട് മൊയ്ത്തോട് ഒരു തപ്പും ഞാൻ ആക്കണ്ടേ, തപ്പാക്കാണ്ട് ഞാൻ ശ്രദ്ധിക്കടേ. നിന്റെ ജീവിതത്തിൽ നക്ക് നീ കുറെ അവയവങ്ങൾ തന്നരെ, കണ്ണ് തന്നരെ, അതുപോലെ കാൽ തന്നരെ, കാത് തന്നരെ, നാവ് തന്നരെ, കൈ തന്നരെ, പള്ള തന്നരെ, പുതിയ സ്ഥാനം തന്നരെ. ഈ 7 അവയവങ്ങളാണ് മനുഷ്യരെ നാശത്തിൽ എത്തുവാട്ടേ. ആ 7 അവയവങ്ങളെ കൊണ്ട് നാണ് തപ്പാക്കണ്ടേ. നരകത്തിൽ 7 ഡോറുണ്ട്. ഈ 7 ഡോറിലൂടെയും പോണത് റെസ്റ്റ് കാട്ടിറങ്ങിയ താൽമാറുള്ള ചൊന്നെങ്കിൽ കണ്ണുകൊണ്ട് തപ്പാക്കിയ താൽമാർ, കാതുകൊണ്ട് തപ്പാക്കിയ താൽമാർ, നാവ് കൊണ്ട് തപ്പാക്കിയ താൽമാർ. നാവിലൂടെ 80ലേറെ തപ്പുകളുണ്ടോട്ട് മഹാന്മാർ നമുക്ക് നെനപ്പാക്കിടാം. ഗീബത്ത്, നമീമത്ത്, കളവ് ചൊല്ല്, ഇങ്ങനെ തുടങ്ങി 80ലേറെ തപ്പുകളുണ്ട്. സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്ക് കേൾക്കട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിനെ ജാഗ്രത ആക്കണോട്ടാ ചൊന്നോണ്ടല്ലേ. എല്ലില്ലാത്ത സാധനല്ലേ നാവ്. ഞങ്ങൾ മുണ്ടിയതും തപ്പുണ്ടാണ്, ഞങ്ങൾ മുണ്ടു തീരെ മുണ്ടിക്കും തപ്പുണ്ടാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി തഖിലത്തിക ഉമ്മുക യാ മുആദ് വഹൽ യകുബ്ബുൻ നാസ അലാ വുജൂഹിഹിം ഫീ ജഹന്നം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. ആൾമാരെ നരകത്തിൽ ഇടുന്നത് എന്തിനെ കൊണ്ടുള്ള അങ്ങനെ നാവ് കൊണ്ട് ആക്കിയ സമ്പാദനയാണ് അങ്ങനെ കൊണ്ടുപോയി നരകത്തിൽ ഇടുന്നത്. അപ്പോൾ ഒരു മനുഷ്യരെ നരകത്തിൽ ഇടുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്തിനേണ്ടി കേട്ടെങ്കിൽ നാവാണ്. അതുകൊണ്ട് സുബൈക്ക് എഞ്ചപാട് സാധ്യമില്ലേ. അന്യഞ്ഞ് വന്നിട്ട് ദൈവത്തിലുള്ള ആൾമാരിക്കാർ ഭയങ്കര ഇക്കറാർ. നിങ്ങൾ നേർച്ച വെച്ചെങ്കും നാളെ ദൈവത്തിൽ ചൊല്ലില്ല, നേർച്ച വെച്ചെങ്കും നിക്കോ കൂടാതെ അപ്പുറത്തിപ്പുറത്ത് ചൊല്ലാറ്. അള്ളാഹു കാക്കട്ട് നിങ്ങൾ വിചാരിക്കുന്നത് വലിയ സൽക്കർമ്മമാണ്. അത് ഒരു സൽക്കർമ്മമല്ല. ഇനി നേർച്ച വെച്ചെങ്കും സാധ്യമല്ല. ഇന്നലെ ജാവുന്നാണ് ഒരാളോട് കേട്ടെ നേർച്ച വെച്ചിട്ട് ദൈവത്തിന് വിവത്ത് ചൊല്ലില്ല, കേൾക്കില്ല. അയമ്പം അതേ കേട്ടോണ്ടുള്ളല്ലേ. അയാൾ ചോദിച്ചു തപസ് നിൽക്കണം ഉസ്താദ് പോയിട്ട് എവിടെയെങ്കിലും നല്ല മാർഗം എവിടെയെങ്കിലും ഒരുപത്ത് ആൾമാർ തന്നെ കാവലെ ഒരുപക്കം പോയി തപസ് നിൽക്കണം നല്ല മാർഗം. തപസ് നിൽക്കുന്ന ആരും ഇല്ലാത്ത ടൈം ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം അൽ കബീർ റളിയല്ലാഹു അൻഹു അതിക്ക് ഞാൻ ചൊല്ലെങ്കിൽ അതൊരു കിതാബ് 100 ചില്ലാറെ വൈത്തുണ്ട്. ആൾമാർ കൽബിനെ നന്നാക്കുകയാണ് എത്തിയെങ്കിലത്തെ കിതാബാണ്. അതിലെ മേലെ അർത്ഥം വെച്ച് ചൊല്ലെങ്കിൽ വർഷക്കണക്കിന് ചെല്ലണോ. അതെന്തി ഹിദായത്തുൽ അദ്കിയാ ഇലാ ത്വരീഖിൽ ഔലിയാ. ബുദ്ധിമാന്മാരായ ആൾമാരെ ഔലിയാക്കന്മാരെ തിരിച്ചു വിടുന്ന കിതാബാണ്. ദർശനെല്ലാം കിതാബ് അതിൽ ചൊല്ലു വൽ ഉസ്നത്തുൽ ഔലാ ഇദാ ഫസദ സമൻ. കാലത്തെ ആൾമാർ നശിച്ചു പോയെങ്കിൽ നല്ലതെന്തിനെ കൊണ്ടുള്ള നീ പള്ളി തെറ്റി ഉറുതി ചൊല്ലുക, അല്ലെങ്കിൽ നീ വലിയ ആളാവുക, അല്ലെങ്കിൽ നീ ഭയങ്കരമായിട്ട് കാര്യക്രമാക്കുന്നത്. അതൊന്നും അല്ല. നല്ലതെന്തിനെ ചൊന്നെങ്കിൽ നിക്ക് ഈ ഇന്നലെ ഞാൻ ചൊല്ലുക മാർഗം അതേ മാർഗ 500 വർഷം സയ്യിദുൽ ചൊന്തു വൽ ഉസ്നത്തുൽ ഔലാ ഇദാ ഫസദ സമൻ. കാലത്തെ ആൾമാർ ഫസാദായി. കാലം ഫസാദാവില്ല, കാലത്തെ ആൾമാരാണ് ഫസാദാവുന്നത്. അങ്ങനെ ഫസാദായി നല്ലതെന്തിനു കൊണ്ടുണ്ട നീ എവിടെ ആരും ഇല്ലാത്ത ജാഗയിൽ പോയിട്ട് നീ ഏകാന്തമായി നിൽക്കണോ. ആ കാലം ബന്ധറായി ഇല്ലേട്ട് നിങ്ങമേ തീരുമാനാക്കിയുള്ളൂ. നിങ്ങൾ സമാധാനത്തിന് വേണമെങ്കിൽ വന്നിട്ടില്ല വേണമെങ്കിൽ ചെല്ലാം. കാലം ഫസാദായ ഏറ്റവും നല്ലതെന്തിനെ കൊണ്ടുണ്ട ഉസ്ലത്താണ്. അലൈക നഫ്സ, നിന്റെ നഫ്സിനെ നീ ജാഗ്രതാക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പലപ്പോഴും കാലം ഫസാദാവുടെ ചൊല്ലെങ്കിൽ അത് മജാസിന്റെ ചൊല്ലുന്നത്. കാലല്ല ഫസാദാവും. അതും സമാൻ കാലത്തെ ആൾമാരാണ് ഫസാദാവും. കാലം പണ്ട് മുതലേ ഉണ്ട്, ഇണ്ടും നടന്നുകൊണ്ടുണ്ടു. അന്ത്യനാൾ വരെ ഇങ്ങനെ പോയോണ്ടുള്ളൂ. വെറുതെ എത്തി കാലത്ത് ദൂടാറ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി കാലത്തെ ദൂർദ ആൾമാരെ വങ്ങിയത് കാലത്ത് ദൂറാണ്. കാരണം കാലം എന്തുമായിട്ടില്ല, കാലത്തിലുള്ള ആൾമാർ ഫസാദായി പോയാൽ ഇക്കട്ടെ അത് വേറെ വിഷയം. ഇവിടെ ഞാൻ ചെന്ന് വന്നുകൊണ്ടുള്ള മുഷാറത്തോ നന്റെ നഫ്സ് റൊട്ടിയ ഞാൻ ഒരു ശർത്ത ഇത് ഓരോരുത്താക്കാം. അങ്ങനെ ആക്കിയെങ്കിൽ നമുക്ക് ചേഞ്ച് ആവുകയുള്ള ഒരു തെറു നന്മയെ ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ ഇണ്ട് പോയിട്ട് അല്ലെങ്കിൽ നിന്റെ വകുപ്പുകൾ എപ്പോഴെങ്കിലും ഒരു നാൾ ഞാൻ എത്തണം. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ ഒരു പേജിലല്ല 6 കാട്ടുകല്ല. നിങ്ങളത് നക്കും കാട്ടണ്ട, നല്ല നിങ്കും കാട്ടാണ്. ഒരു പേജിലല്ല നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ. നന്മകളില്ലാത്ത ആൾമാർ ആരോഗ്യക്കാരൻ
നന്നേർ ചൊല്ലേ, നാ പിന്നോർക്ക് ഉപകാരാക്കണേ, നക്ക് നല്ല സ്വഭാവം ഉണ്ടോ, അങ്ങനെ കുറെ നന്മകളല്ലേ. ആ നന്മകളെല്ലാം ഒരു കടലാസിൽ എഴുതാം. അപ്പുറത്തെ കടലാസിൽ നന്മ മാത്രം എഴുതിമോയാവനെ, പൊതുവ് മാത്രം ആൾമാരിക്കൂടെ, ദൂರದ ആൾമാരിക്കാല നന്റെ നാണേ ദൂരെയുള്ളൂ. ನಾನು ಅಪ್ಪರ್ತ ಕಡ್ಲಾಸಿದ್ದನು ನಕ್ಕೆ ಎಂದ್ರೆಲ್ಲ ತಿನ್ನ ಉಂಟು, ಬೆಡಕು ಸ್ವಭಾವങ്ങളുണ്ടു. പുറത്ത് മൂക്കോ കൈയിലാണ് ആൾമാരെല്ലാം വെച്ചിട്ട് അതൊരു തിന്മയാണ്, അതൊരു കൊഴുക്ക് നല്ലതല്ല. അപ്പൊ നല്ല വയ്ക്ക നക്കൊന്നുള്ളൂ, ഞാൻ ആ സൈഡിൽ എത്തി വെക്കാം. അതുപോലെ ആൾമാരെ എതിർന്ന് ഞാൻ കാലിന്റെ മേൽ കാലിട്ട് വെക്കടെ, അതും ഒരു നല്ല സ്വഭാവമല്ല. ഹറാമാണ്ടിയെ കണ്ട ഹറാമെന്തോ ആയിട്ടിക്കാലെ, പക്ഷെ നല്ല സ്വഭാവമല്ല. അത് ഞാൻ ദൂരെ വെക്കാം. ഞാൻ തെവിടത്തിന് നേരെ കാലിട്ടിട്ട് ഇങ്ങനെ വെക്കടെ, അതും അത്ര നല്ലതല്ല. ഇതെല്ലാം നല്ല വയ്ക്ക വെക്കേ കൊടുത്തുള്ളൂ. നല്ല വയ്ക്കൊന്നും ഞാൻ 5 മിനിറ്റ് വെക്കില്ലാണ്ട് മാത്ര തെറ്റെങ്കിൽ നക്ക് ഇത്ര തന്നെ ഇഷ്ടാക്കുള്ളൂ. നാളെ വെക്കടെ ആരമാ വയ്ക്കേ ಎಲ್ಲೋರ ಬಗ್ಗೆ ಅಭಿಪ್ರಾಯ ಚೊಲ್ಲೋದು ನಾನುಳ್ಳೆ, ನಂಡ ಬಗ್ಗೆ ಅಭಿಪ್ರಾಯ ಚೊಲ್ಲೋದು ನಾನು ಇಲ್ಲ, ಯಾರು ಇಲ್ಲ. ಇನ್ನು ಯಾರು ಅಂತ ಚಂದಾಂಡ ನಾವು ಕೊಟ್ಟರೂ ಇಲ್ಲ. അങ്ങനത്തെ ഒരു ദുരന്ത. ആ ദുരന്തത്തിൽ എത്തിയപാട് നന്റെ നന്നാക്കാറും സാധ്യയില്ല. അപ്പൊ ഞാൻ ചൊല്ലുകൊണ്ടുള്ള നന്റെ നന്നാക്കുന്നതും നന്റെ വടക്കാക്കുന്നതും നാനാണ്. ഒരു കടലാസിൽ നന്റെ നന്മകൾ എതിരെ, പിന്നൊരു കടലാസിൽ നന്റെ തിന്മകൾ എതിരെ എഴുതിട്ടോ വിദ്യാർത്ഥി അതൊന്നും എടുത്ത് നോക്കാം. നന്റെ നന്മകൾ ഇത്ര ഉണ്ടോ, എന്തെങ്കിലും കൂട്ടകോട നോക്കാം, ഏടാക്കൈ നന്മകൾ ഏടാക്കാം. അതേസമയത്ത് തിന്മ ഉണ്ടല്ലേ, ഇങ്ങനത്തെ ഒരു വെടക്ക് ഞാൻ ആക്കിക്കൊണ്ടുള്ള നന്റെ ജീവിതത്തെ അത് ഡിലീറ്റ് ആക്കുക. വിദ്യാന്ന് നോക്കുമ്പോ 30 തിന്മയില്ലെങ്കിൽ നാളെ നോക്കുമ്പോൾ അത് 20 ആക്കുമോ എന്നെ കൊണ്ട് സാധ്യമാവും. ഒട്ടുമേ സമാക്കോ സാധ്യമാവില്ല. ഇതും നന്നാവുള്ള തെരുവുകൊണ്ട് മഹാന്മാർ നമുക്ക് വഴിപാട്ടി കണ്ടാറ്. അപ്പൊ ഇത് മറക്കോ തീറ നന്റെ നന്നാക്കുള്ള വഴി ഒന്ന് മുഷാറത്ത സുബൈക്ക് ഫജ്ർ നിസ്കരിച്ചാൽ പിന്നെ നണ്ടൊട്ടികമേ ഞാൻ കൊണ്ടിയുള്ളേ. അല്ലോ നരകത്ത് കിടക്കത്തെ കുറെ അവയവങ്ങൾ നീ നക്ക് തന്നേ. ഇതുകൊണ്ട് നാളൊരു തപ്പാക്കല്ലേ. നന്റെ കണ്ണുകൊണ്ട് ഒരു അന്യപെണ്ണിനെ നാം നോക്കുന്നേ, നന്റെ കൈ കൊണ്ട് അന്യപെണ്ണിന് ഞാൻ ചാട്ടാക്കല്ലേ. ഏറ്റവും വലിയ തെറ്റുകൾ ഇന്ന് സംഭവിച്ചുകൊണ്ടുള്ളത് അതാണ്. നന്റെ കാല് കൊണ്ട് ഹറാമുക നാം നടക്കില്ല, നന്റെ കൈ കൊണ്ട് ഹറാം നാം പിടിക്കില്ല, നന്റെ കാല് കൊണ്ട് ഹറാം നാം കേൾക്കില്ല. ഇങ്ങനെ തുടങ്ങി മുഷാറത്ത നാണാക്കോണോ വാഴൊട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടിട്ട് ആൾമാര നരകത്തിൽ ഇടുന്നത് അങ്ങനെ നാവ് കൊണ്ടും ആ നാക്കിന്റെ സമ്പാദനകളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഷാറത്ത ഇല്ലെങ്കിൽ, ഇത് നാം ആക്കിയില്ലെങ്കിൽ മഹാന്മാർ ചെന്നാറ് ഗഫ്ലത്ത് നല്ല ഖൽബിൽ ഇങ്ങനെ കൂടു, അശ്രദ്ധകൾ കൂടു. അശ്രദ്ധകൾ കൂടിയിട്ട് എന്തായെങ്കിലും നമുക്ക് ബോധം വന്നില്ല. പാരമേ പൊടിയായിട്ട് പോത്തു, ബോംബെ പൊട്ടിത്ത് ചൊല്ലാറില്ല ചിലവാർ. അവർക്ക് എന്തും ബോധം വന്നില്ലേ, അവർക്ക് എച്ചറമേ ആവില്ല ചൊല്ല. അങ്ങനെ ആവില്ല. മുഷാറത്ത ഞാൻ ആക്കോ പോയില്ല. സുബൈക്ക് നണ്ടൊട്ടിക്ക് ഞാൻ മുണ്ടിയോട്ടുണ്ടായെങ്കിൽ നന്റെ കൽബുടെ ഉള്ള അശ്രദ്ധകൾ കൂടു. ഗഫ്ലത്ത് കൂടിയെങ്കിലത്തെ കൽബിൽ ശൈത്താൻ വന്ന് മുട്ട വെച്ചോണ്ടിരിക്കട, ശൈത്താൻ വന്ന് കുഞ്ഞു വെച്ചോണ്ടിരിക്കട. പിന്നെ ഞാൻ കർമ്മങ്ങളെല്ലാം ധാരാളമാക്കുവേ, നിസ്കാരങ്ങൾ നിസ്കരിക്കുവേ, റമദാനിൽ 30 വക്ത് തറാവീഹ് നിസ്കരിക്കുവേ. ശൈത്താൻ ഒരു മടിയും കാട്ടാനെ പോയി ചെല്ലുക. സുബൈക്ക് ചിലപ്പോ ശൈത്താനെ നല്ല എടിപ്പാട്ടുവാ. ഇപ്പോ പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിയും ചൊല്ലുക. എന്നിട്ടോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എപ്പോഴും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളല്ലേ, ഞാൻ ഭയങ്കര സുബൈ നിസ്കരിക്കുന്ന ആളല്ലേ. ഇതേ മനുഷ്യ പുറത്തു പോയിട്ട് എന്നെ സുറാക്കുക. ഇബ്ലീസിന് വേനായത് അതാണ്. സുബൈക്ക് ദൈവത്തിലുള്ള സുറാക്കുക. ചായ കുടിക്കാൻ പോയപ്പോ കൂടങ്ങളിൽ തെച്ചിട്ട് പ്രായത്തെല്ലാ ആൾമാരൊക്കെ അഭിപ്രായമുള്ള സുറാക്കുക. ആടുമുട്ടത് ഇലകളില്ലാൻ ചെന്ന പോലെ നന്റെ നാവ് തൊടാത്ത വിഷയമില്ല. അവന്റെ കിച്ചൺ മുതൽ അമേരിക്കത്തെ പ്രസിഡന്റ് വൈറ്റ് ഹൗസ് വരെയുള്ള വിഷയങ്ങൾ 5 പൈസത്തെ ഉപകാരം ഇല്ലാണ്ട് ഞാൻ മുന്നോട്ടിക്കടെ. സുബൈക്ക് തഹജ്ജുദ് 4 ഗಂಟೆ എണിപ്പാട്ടിൽ ആരെണിപ്പാട്ടില് അത് ശൈത്താനാണ് എണിപ്പാട്ടില്. ഞാൻ ചൊല്ല എന്തേ ശൈത്താൻ വാരിക്കൊസി നീ പണിയെടുക്കണം. അപ്പോഴാണ് അവന്റെ മനസ്സിൽ തോന്നല് ഞാനൊരു മഹാൻ. എന്തേ 4 ഗಂಟೆക്ക് ഞാൻ എഞ്ചിരല്ലേ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കണല്ലേ. തഹജ്ജുദ് മുടങ്ങാത്ത ആളാണ് ഞാൻ. എത്ര ആൾമാർ തഹജ്ജുദ് നിസ്കരിക്കില്ല ആണോ? ഞാൻ 3.5 ഗಂಟೆ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണേ, സുബൈ നിസ്കരിക്കണേ. ഖുർആനെല്ലാം ഓതിട്ട് ഭയങ്കര ഉഷാറായിട്ട് പുറത്ത് പോകുമ്പോഴേ ഒരു വിഷയം ഉണ്ടല്ലോ, മൊത്തത്തിൽ ഞാൻ വിഷയം ചെന്നോണ്ടല്ലേ. അത് ഔട്ടിലാവട്ടെ എവിടെ ആവട്ടെ സുബൈക്ക് എനിക്കെത്തതാണ്. അതിൽ പിന്നെ ആക്കണമെങ്കിൽ പണി അതിനെ നേരെ ബാത്തിലാക്കുന്ന പണിയാണ്, പഞ്ചറാക്കണമെങ്കിൽ പണിയാണ്. എങ്കിൽ ശൈത്താൻ ഇതിനായിട്ട് വേണ്ടി ഇഷ്ടേന്ദ്രേ ശൈത്താൻ തേന്റെ ഉള്ള വിഷയത്തിട്ടാണ് തന്നെ. ഞാൻ വിചാരിച്ചിട്ട് സുബൈ തഹജ്ജുദ് ആളാണ്, സുബൈക്ക് 2 ജുസ് ഖുർആൻ ഓതി വന്നെങ്കിൽ ആളാണ്. ഇതെന്തും ചൊന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞ വർഷം റമദാൻ 1 തിങ്കൾ ഇതുപോലത്തെ വിഷയങ്ങളാണ് ഞങ്ങൾ ചെന്നത്. അപ്പൊ ഞങ്ങൾ ചെന്നുകൊണ്ടുള്ളേ ഈ കിതാബിന്റെ പേര് അൽ അഖ്ലാഖു ഫിൽ ഖുർആൻ. ഖുർആനിൽ പറയപ്പെട്ട സ്വഭാവങ്ങൾ, ഖുർആനിൽ നമുക്ക് ബോധനാക്കിയിരിക്കുന്ന സ്വഭാവങ്ങൾ. ആ സ്വഭാവങ്ങൾ തന്റെ ജീവിതത്തിൽ വരാത്ത കാലത്തോളം എത്ര ഇബാദത്തെടുത്തിട്ടും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ആയിഷ റളിയല്ലാഹു അൻഹാ ഒട്ടിയെ കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്തിനാണ് കേട്ടത്? അതാണ് കേൾക്കണേ. സ്വഭാവം എന്തിനാണ്
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ആയിഷ റളിയല്ലാഹു അൻഹ പെഞ്ഞായിയുടെ മറുപടി ചൊല്ലണേ. പെഞ്ഞായി ചൊന്നത് ഖാന ഖുൽഖുഹു അൽ ഖുർആൻ. അതേ സമയത്ത് റായത്താൾമാർ ഇയാളൊക്കെ ചെന്നാൽ അയാൾ വലിയ മഹാനുഭാവം, അവിടെ വലിയ ഉദ്യോഗം, അവിടെ പ്രസിഡന്റ്, അവിടെ ഖതീബ്, അങ്ങനെ ഇങ്ങനെ ചെന്നിട്ടാകും പെഞ്ഞായികത്തിൽ ചിരിക്കവണ്ട അവിടെ എത്ര വലിയ ആളായിത്തായി ഇയാൾ വലിയ ആളായിട്ട് ചെന്നിട്ട് പെഞ്ഞായി അത്ഭുതമായിട്ടുള്ളത്. കാരണം ഇയാളെ ഉള്ളുകളിയും ഇയാളെ എല്ലാ അനവറവും ഒത്തുള്ളത് ആരാണ്? ഭാര്യകാണ്. ഇങ്ങനെ ആയിപ്പോളോ മതിയതാണ്. സുബഹിസ്കരിച്ച പാടെ കിടാവുചന്ദ്രമാ രോഗം വന്ന് ആ സമയത്തോ പെഞ്ഞായി മന്ത്രിപ്പാട്ടിൽ ആരോട്ടിക്ക് വന്നുള്ള അവർക്കവിടുത്തെ ഉസ്താദിനെ കൊണ്ടാണ് പെഞ്ഞായി പോയിട്ടുള്ളത്. ഇയാൾ വലിയ ഉസ്താദാണ്, ഇയാൾ വലിയ മുദരീസാണ്, ഇയാൾ ഭയങ്കര ആളാണ്. നണ്ടൊട്ടിക്ക് നിന്റെ പെഞ്ഞായിക്കുള്ളോ ഇതാ ഞങ്ങളെ കിടാവ് രോഗം വന്നത് നീക്കൊന്ന് മന്ത്രിക്കൊരു ചൊന്നെങ്കിൽ പെഞ്ഞായിരം ഉണ്ടെങ്കിലോ സർട്ടിഫിക്കറ്റ് കിട്ടണായത് അവിടെയാണ്. റായത്താൾമാരോട്ട സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും? ദുബായിൽ ആൾമാർ നിന്റെ വയ്ക്ക് വന്നില്ലേ അങ്ങ് ഇപ്പൊ ചൊല്ലാറ് അയാൾ അങ്ങനെ ഇയാളിങ്ങനെ. അതല്ല, രണ്ടു നാൾ കൂടിയിട്ട് നോക്കണോ. സ്വന്തം പെഞ്ഞായിലാണ് ഇയാളെ രാക്കളിയും ഉള്ളുകളിയും എല്ലാം വന്നിക്കണേ. റായത്താൾമാരെല്ലാം നോട്ടീസിൽ പേരിട്ടുകൊണ്ടുള്ളാറ്. അയാൾ ആ പള്ളിയുടെ പ്രസിഡന്റ് ആയിത്തോള, അയാൾ വലിയ ജമാഅത്തിന് അധ്യക്ഷ ആയിത്തോള, അങ്ങനെ ആയിത്തോള ഇങ്ങനെ ആയിത്തോള. അയാളുടെ സാലിലോ എത്ര ആൾമാർ, അയാൾ ആദരിക്കും എത്ര ആൾമാർ ഇങ്ങനെ ചൊല്ലും. റായത്ത് ഇങ്ങനെ കൊട്ടി ഘോഷിച്ചിട്ട് ദഫ് കൂട്ടിട്ട് നടക്കുമ്പോ സ്വന്തം പെഞ്ഞായി ബോധം കിട്ട് മുന്നോട്ടുള്ളാറ്. ഇതെങ്ങനെ സംഭവിച്ചേ? ഇതൊരു വിസ്മയത്തെ അവൾ ചെന്നോണ്ടുള്ള നിരക്കരടെ അവൾ ചെന്നോണ്ടുള്ള ഇന്നലെ അവൾ കലണ്ടാക്കി വന്നരേ. നിരക്കരയുടെ ആൾമാർക്ക് ഇന്നലെ പഠിച്ചിട്ട് വന്നരേ. അങ്ങനത്തെ അവൾ ചെന്നോണ്ടുള്ള ഇന്ദ്രഭാവ എല്ലാവർക്കും ഭയങ്കരം ചെന്നോണ്ടുള്ളത് ഇങ്ങനെ സംഭവിച്ചേ. പിന്നെ അങ്ങനെ അർത്ഥം ഒരു പിടുത്തം കിട്ടാൻ അങ്ങ് പോകാൻ എന്റെ നീക്കൊല്ലൊന്നുണ്ടോ പോട്ടെ. അപ്പൊ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്താണ്? സ്വഭാവം ഖുർആനാണ്. ഖുർആൻ ചൊല്ലുന്നത് ഖുർആനിൽ ഞങ്ങൾക്ക് വഴിപാടിന്റെ സ്വഭാവങ്ങളാണ്. നിന്റെ ബതുക്കൂടെ നീ ചെഞ്ചാക്കണോ, നിന്റെ കൽബിനെ നീ സമാക്കണോ. ഇത് മാത്രമാണ് ഖുർആൻ ചൊല്ലുന്നത്. അല്ലാണ്ട് ഖുർആൻ നീ ജാവുടെ വിളിച്ച് സുബൈതോടെ നിസ്കരിക്കണോ ചെന്നിട്ട് ഖുർആനിൽ ചെന്നിട്ടില്ലേ? ഖുർആനിൽ ചെന്നത് നിന്റെ സ്വഭാവങ്ങളെ സമാക്കണോ, നീ നന്നാവണോ, നിന്റെ കൽബ് ശുദ്ധിയാക്കണോ, ഇഞ്ചിൻ ക്ലീൻ ആക്കണോ. ഇതല്ലാത്ത ഒന്നും ഖുർആൻ വഴിപാട്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്താണ്? അത് ഖുർആനാണ്. ഖുർആനിൽ ചെന്ന എല്ലാ സ്വഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടതാടുക ഖുർആനാണ്, നടക്കണമെങ്കിൽ ഖുർആനാണ്. ഞങ്ങളെ ഖുർആൻ പള്ളിയിലുണ്ട്, ഓതിക്ക് ഭയങ്കരീത്ത് തന്റെ ഖുർആൻ തന്റെ റൂമിലുണ്ട്. പുറത്ത് പറയുമ്പോൾ തന്റെ ഒട്ടിയ ഖുർആനില്ലേ. ഖുർആൻ എട്ടെങ്കിൽ ഞാൻ ചൊല്ല തന്റെ റൂമിലുണ്ട്, തന്റെ ഔത്തിലുണ്ട്. അല്ല, തന്റെ ഒട്ടിയമേ ഖുർആൻ വേണം. ഖുർആനും യംശി അലൽ അർദ്, ഭൂമിയുടെ മേലിൽ നടക്കണമെങ്കിൽ ഖുർആനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആൾമാർ ചേഞ്ച് ആവുന്നത്, ആൾമാർ നന്നാവുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും കേട്ട പോലെ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിൽ വന്നു. ആ സമയത്ത് പള്ളിയില്ല, മദ്രസയില്ല. ഇന്റെ എത്ര പള്ളി വേണോ, ഇന്റെ എത്ര മദ്രസ വേണോ, ഇന്റെ എത്ര ദാഇകൾ വേണോ, എല്ലാവർക്കും വിവരങ്ങൾ വന്നുകൊണ്ടു. ബദലാവനായോണ്ടില്ല, കൽബ് ചികിത്സ പോയോണ്ടില്ല, തൊണ്ടവണോ കേൾക്കണവണോ കൽബ് കണക്ട് ആയോണ്ടില്ല. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വന്നപ്പോ സൗകര്യങ്ങളില്ല, ഒന്നുമില്ല, മുസ്ലിമീങ്ങൾ ഒന്നുമില്ല. അതേ സമയത്തോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാലിക് ഇബ്നു ദീനാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടത്തിയെടുത്ത ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ കണ്ട പാൽമാർ പരിശുദ്ധ ഇസ്ലാം കടന്നു വന്നാൽ അങ്ങ് അയാൾ കൊടുത്താറ്, ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തപ്പോ ചോദ്യം, ഇത് എവിടെ വന്നിട്ടുണ്ടാണ്, ഇത് ആരതുണ്ടാണ്, കിട്ടിട്ട് ഇങ്ങനെ കുടിച്ചല്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ സൂക്ഷ്മതകൾ പലപ്പോഴും ഇല്ല. ഇസ്ലാം ചൊല്ലെങ്കിൽ ഇതാണ്. ഇസ്ലാം ചൊല്ലെങ്കിൽ എന്തിരെ ഇന്നത്തെ നങ്ങ കാട്ടിക്കൂട്ടുന്നതൊന്നും ഇസ്ലാമല്ല. അത് വിചാരിച്ചിട്ട് ആൾമാർ ഇസ്ലാമുക്ക് പണ്ടതുമില്ല. ഇസ്ലാം എന്തിനായിട്ട് പഠിക്കണോണ്ടെങ്കിൽ പൂർവ്വകാലത്തെ ഇമാമികളെ ബതുക്ക് പഠിക്കണം. അതാണ് ഇസ്ലാം. ഒരാളൊട്ടി കൂടിയിട്ടാകുമ്പോ അയാളെ സഹവാസത്തിൽ നാളെ അയാൾ ഒരു നല്ല ആളെന്ന കൊന്താവണം. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കുമാറാവട്ടെ, ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നൂറുൽ ഉലമ എം.എ. ഉസ്താദ് ജാമിഅ സഅദിയത്തെ ഉസ്താദാണ്. ആ ഉസ്താദിനെ പറ്റി 3 വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഉസ്താദിനെ ബതുക്കൂൻ ചൊല്ലുന്ന അത്ഭുതം. നാണ് ഈ അടുത്ത് എം.എ. ഉസ്താദിനെ പറ്റിയുള്ള ഒരു സ്മരണിക്കൽ എം.എ. ഉസ്താദിനെ പറ്റിയാണ് ചൊല്ല് 300-400 പേജും. അത് ചൊല്ലോണ്ട് നമുക്ക് തീരില്ല, ഇനിയും ചൊല്ല കൊണ്ടുണ്ടാ ചൊല്ലെ. ഈ അടുത്താണ് ഒഫാത്തായി പോയി 2013. ആ എം.എ. ഉസ്താദിനെ കോളേജിൽ പ്രിൻസിപ്പാളായിട്ട് എ.കെ. ഉസ്താദ് ഉസ്താദ് ഒഫാത്തായി ഞങ്ങളുടെ ഉസ്താദാണ്. അപ്പൊ ആ എ.കെ. ഉസ്താദിന് ഒരു അനുഭവം ഞാൻ വായിച്ചു. ഏത് എ.കെ. ഉസ്താദ് എം.എ. ഉസ്താദ് ഉണ്ടാക്കിയ ജാമിഅ സഅദിയത്തെ പ്രിൻസിപ്പാളാണ്. അപ്പൊ എം.എ. ഉസ്താദിനെ പറ്റി എ.കെ. ഉസ്താദ് എന്തിനെന്തിനു വന്നുള്ള എം.എ. ഉസ്താദിനൊട്ടിയ 30-35 വർഷം കൂടിയപ്പോ എന്റെ അനുഭവം എന്തിനായിട്ട് എത്തിയോണ്ടുള്ളൂ. ഞാനത് ഓതി അത്ഭുതപ്പെട്ട് എന്തിനായിട്ട് പറയുമ്പോ
ഒരു മാനേജറുടെ കീഴിൽ ഉള്ളെങ്കിലത്തെ പണിയാക്കണമെങ്കിലത്തെ ആളിലൊട്ടിയെ നിന്റെ മാനേജറിന്റെ വലിയ അഭിപ്രായം ചൊന്നെങ്കിൽ അവൻ ലാനത്തിട്ടുകൊണ്ടുള്ള അവൻ ശാപ വെച്ചുകൊണ്ടുള്ള നിന്റെ മാനേജർ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു കച്ചവട ഒരു അങ്ങാടിയിൽ പണിയാക്കണമെങ്കിലത്തെ പാവപ്പെട്ട പണിക്കാരൻ ആ അങ്ങയുടെ മുതലാളിയുടെ വലിയ അഭിപ്രായം ചൊല്ലു ചെന്നപാടെ അവനക്ക് അഭിപ്രായം ഒന്നും ചൊല്ലുകില്ല, നല്ലത് ചൊല്ലുകില്ല. വല്ലാത്ത മുതലാളി പാവ, അയാൾ ഭയങ്കര നിസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങളെ കണ്ടുപോടെ അയാൾ എന്തിനു ഏറിലേക്ക് കൊത്തില്ല, ഭയങ്കര ഏർച്ച. ഈ ഏർച്ച കൊണ്ടൊന്നും ലാഭമില്ല. ആൾമാർക്ക് നല്ല അഫുവ മാഫ നല്ല സ്വഭാവം, അത് മാത്രമാണ് ഇതിൽ ചൊല്ലി. ഞങ്ങൾ ഇതെല്ലാം ഓതിയിട്ട് അർത്ഥം വെച്ച് നോക്കുമ്പോ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനത്തെ ഒരു സ്വഭാവമില്ല. ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം വേറെല്ല ഉറപ്പേ. ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം എന്തിന് 5 വക്ത് നിസ്കരിക്കണേ, റമദാനിൽ നോമ്പെടുക്കണേ, സക്കാത്ത് കൊടുക്കണേ, സദഖ കൊടുക്കണേ, തീർത്ത് പോണ്ടേ സ്വർഗത്തിൽ. ഞങ്ങിപ്പോ പേടി എന്തിനെ ചൊന്നെങ്കിൽ സ്വർഗത്ത് ഏതായാലും പോണ്ടേ തുല്ലുള്ള അപ്പുറത്തുള്ള പേടി മാത്രം എന്റെ പുറത്ത് ആൾമാരെ നൽകുന്നുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടായില്ലേ, എന്തും പെർഫെക്റ്റ് ആയില്ല. നിങ്ങൾ പേര് പറയും സുബൈക്ക് തെച്ചിട്ട് ഇയാൾ എന്തിനാക്കട പോവാ, ഇയാൾ ഞങ്ങളല്ല നിരാശാക്ക, ഒരിക്കലും നിരാശാക്കില്ല. ഞാൻ ചൊന്നുകൊണ്ടുള്ള നന്റെ ഞാൻ കൽക്കൊണ്ടോണ്ട നന്റെ കൽബും ഞാൻ മാത്രം, നന്റെ ബച്ചാവാക്കവും ഞാൻ മാത്രം. ഈ അടുത്ത് കോവിൽ കബർസ്ഥാനത്ത് ഞാൻ പോയിട്ടില്ല, അവിടെ ക്ലീൻ ആക്കിയിട്ട് SOS കണക്ക് അതിക്ക് 1-4 പോയപ്പോ അവിടെ വെറുതെ ഒരാൾ തമാശക്ക് ചെന്നു. ഇവിടെ നല്ല വ്യൂ ഉണ്ട് പോവാൻ, ഇവിടെ കബർസ്ഥാനത്തിന് വ്യൂ ഉള്ള നല്ല അപ്പൊ നല്ല കിടക്കുകയുള്ള പരിക്കൊസിയാവല്ലേ നിങ്ങളുണ്ട് തമാശക്ക് ചെന്നത്. അപ്പൊ അവിടെ 100 ചില്ലാറ് ആൾമാർ അവിടെ കിടന്നിട്ടുള്ള കബർസ്ഥാനത്ത് അങ്ങനെ ആരും ഇല്ല. എന്ത് വ്യൂ നിന്നിട്ട് അവിടെ നിങ്ങൾ പോയി എങ്ങനത്തെ ഗാർഡനാക്കി എന്തിന്റെ കാര്യമാണ്. അവിടെ പോയിട്ട് നിങ്ങൾ ഭയങ്കര ബിൽഡിംഗ് കെട്ടിയാറ്, അവിടെ സ്വിമ്മിംഗ് പൂൾ ആക്കിയാറ്, എല്ലാം അങ്ങനത്തെ ഗുണമുള്ള ആരും ഇല്ല. അവിടെ ആരും പോണ്ടേ ഇല്ല. അതൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന. വർഷത്തോർക്കെങ്കിലും ഞങ്ങൾ പോയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പറ അങ്ങനെ തോർന്നിട്ട് നല്ല പണിയാണത്. പക്ഷെ അവിടെ ആർക്കും കൊണ്ടില്ല. അവിടെ കവറടക്കിട്ട് വന്നിട്ടായിരുന്നു വെറുതെ കയറ്റത്ത് നല്ല വിവുണ്ട്. ഇവിടെ കിടക്കോ കൂടെ കബർസ്ഥാനത്തെ തീന വന്ന് ഞങ്ങൾ കൂടെ കിടക്കാണ് ചന്തത്തിൽ. എന്ത് മരിച്ചുപോയി അതിലൊക്കെ ഞങ്ങളെ ബച്ചാവാക്കാറ് ഔണൗണാക്കിയ പണി മാത്രം. അവിടെ വലിയ വലിയ ഇതിലെല്ലാം എഴുതി വെച്ചതാണ് അവർ അത്ര പേര്. അങ്ങനെ എഴുതി വെക്കോ തീരാ എന്തിനത് അങ്ങനെ അത് എഴുതി വെച്ചത് വായിക്കവും കറാത്ത. ഇനിയിപ്പോ കബറ് ഭയങ്കര കബർ കൂടിയിട്ടുണ്ട്. തന്നെ അപ്പടെ കബർ കൊന്താവൻ അങ്ങനത്തെ ഒരു സ്ഥിതിയിലുള്ള ചെറിയ രൂപത്തിൽ കുർത്താവ് എഴുതി വെക്കാം. ഇത് കബർസ്ഥാനത്തിലുള്ള പോയി നോക്കുമ്പോ ഒരു സെൻസ് ജാഗില് അങ്ങനെ അപ്പടെ പേരെഴുതി വെക്കാം. അത്ര ജാഗ് യൂസ് ആക്കുക. അങ്ങ് ആരാണ് ചെന്ന് കൊടുക്കണേ റബ്ബേ. ഒരു കബറിൽ ഇത്ര വലിയുണ്ടോ ഒരു മൗഖൂഫായ ഭൂമിയിൽ അങ്ങനെ കബർ കെട്ടാൻ ഹറാമല്ലേ, നിഷിദ്ധല്ലേ, അത് പാടുമ്പോ ഇത്ര വലിയ കബർ ഇത്ര കെട്ടിവെച്ചതാ. എന്നിട്ടോ അതൊക്കെ ബോർഡ് ഇത്ര വലിയ. ഈ ബോർഡ് നോക്കിയിട്ട് ആർവണ്ട ഞാൻ ഞങ്ങളെ പറ്റി ചൊന്നോണ്ടുള്ളേ. ഞങ്ങൾ മരിച്ചെങ്കിൽ ചിലപ്പോ ഞങ്ങളെ മക്ക വരുവാ അള്ളാഹു വന്നു. അതേസമയത്ത് ചില അപ്പമാരെ ദഫനാക്കിയിട്ട് ഇന്നുവരെ തിരിഞ്ഞു നോക്കാറില്ലെങ്കിൽ മക്കളുള്ള അവൻ ഗൾഫ് പോകുമ്പോ വരെ അവിടെ കബറിന് പൊട്ട പോകുമ്പോൾ ചാൻസ് കിട്ടിയില്ല. എന്തൊരു ദൗർഭാഗ്യമാണ്. അപ്പോഴൊക്കെയല്ലേ പോയി ചെല്ലണേ. എപ്പോഴും ഞാൻ ഈ അടുത്ത് ഇപ്പൊ ഇന്നലെ പറഞ്ഞ അവിടെ കബർ പോയിട്ട് പറഞ്ഞു എന്ത് പണിയാക്കുമ്പോഴും മരിച്ചിട്ടുണ്ടായെങ്കിൽ ഞങ്ങളെ ഭക്തിയില്ല ഇത്രത്തോളം. ആ അവിടെ കബറിനെ പൊട്ട പോയിട്ട് ഞാനിതാ ഇങ്ങനത്തെ പണിയാക്കിക്കൊണ്ടുള്ളേ, ഞാൻ ഗൾഫ് പോയോണ്ടുള്ളേ, അല്ലെങ്കിൽ ഞാനിതാ റമദാൻ പള്ളി പോയോണ്ടുള്ളേ, ഞങ്ങൾ പുറത്തെടുത്തിട്ട് ഞങ്ങൾക്ക് പറയല്ലേ. അത് എത്ര വലിയ സൗഭാഗ്യമാണ്. അതേസമയത്ത് അപ്പവും കൂടെ ദഫനാക്കിയിട്ട് ആ ഭാഗം തിരിഞ്ഞു നോക്കാത്തെങ്കിൽ ആൾമാറുള്ള. അപ്പൊ ഞാനിത് എന്തിക്ക് ചൊന്നെങ്കിൽ അവന്റെ സമാസ്കൃത അവൻ മാത്രം കബർസ്ഥാനത്ത് പോയിട്ട് എന്തിനെ വിവാഹിക്കും കാര്യമില്ല. അവൻ ജീവിതത്തിൽ എന്തിനെ സമ്പാദനാക്കിയ അവൻ നല്ലവണ നല്ല തിട്ടുപടിയാക്കുന്നത് നാണ് മാത്രം. ഈ ബോർഡും കിട്ടുണ്ടായെങ്കിൽ ഒരു പ്രശ്നവും ഒരു പ്രയാസത്തും ഒരു ഗൗജിവും നാം നിൽക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്തിനാണ് കേട്ടപാട് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ആ മഹാന്റെ കണ്ടിട്ട് ഇസ്ലാം ആൾമാർ ഒൽകിയാറ്. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. കൊണ്ട കൊടുത്തപ്പോ കുറിച്ചില്ല. ഇത് എവിടെ വന്നു ആര് തന്നത് നക്ക കുടിക്കമാ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സൂക്ഷ്മത്തെ പലപ്പോഴും ഇല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇതാണ് ഇസ്ലാം. സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ വന്നപ്പോ ഒരു ചരിത്രം ചൊല്ലു 90 ലക്ഷത്തോളം ആൾമാർ ഖാജ തങ്ങളെ കൊണ്ട് ഇസ്ലാമൊക്കെ വന്നറിഞ്ഞത് നന്നെ കൊണ്ട് ഒരാൾ ഇസ്ലാം വേണ്ടതുകൊണ്ട് ഒരു ആക്കണമെങ്കിൽ തിന്മട ഇല്ലാണ്ടാക്കോ സാധ്യത.
എത്ര ആയിരക്കണക്കിന് പ്രോഗ്രാം നാണാക്കിയ, എത്ര ലക്ഷക്കണക്കിന് ഞാൻ ചെലവാക്കിയ, എത്ര കോടി ഞാൻ ചെലവാക്കിയ നണ്ടൊട്ടിയെ ഞാൻ കേൾക്കാം. പിന്നൊരാൾക്ക് വിരല് തിരിക്കണമെങ്കിൽ അഗത്യമേ ഇല്ല. നണ്ടൊട്ടിയെ കേൾക്കാം. ഒരാളെ ഇസ്ലാമോ കൊമ്പണ്ടത് അവിടെ കേട്ട് ഒരാൾ ആക്കണമെങ്കിൽ തിന്മയുടെ തൊട്ടു അയാളെ ഉടുപ്പാട്ടിട്ട് നല്ല തെർക്ക് കൊമ്പറവും സാധ്യമായില്ല. നന്റെ പെഞ്ഞായിരെ കൊണ്ട് 2 പേജ് ഖുർആൻ ഓതാട്ടവും സാധ്യമായില്ല. ഓട്ട ഉള്ള ഒരുപാട്ടി വന്നു നക്കെങ്കിലും ഒരു 2 പേജ് ഖുർആൻ ഓതവും സാധ്യമായില്ല. നണ്ടൊട്ടിയമേ ഞാൻ കേട്ടോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം എന്തിനായിട്ട് കേട്ടപാട് പരിശുദ്ധ ഖുർആനുണ്ട്. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ എന്തും നമുക്ക് ചൊല്ലുക അത്ര നല്ല സ്വഭാവം. സുബ്ഹാനല്ലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഈ പെഞ്ഞായിമാരൊട്ടി ഒരു നാൾ വിളിച്ചിട്ട് ചെന്ന് നിക്ക് പോന്നെങ്കിൽ പോവാം, തലാക്ക് ഞാൻ ചൊല്ലേ, തലാക്ക് ചൊല്ലേ പോന്നെങ്കിൽ പോവാം, നിക്ക് ദുനിയാവിടെ ആഡംബര വേണം. ഒലിമ്പോ പെഞ്ഞായിമാർ ഒന്ന് പെഞ്ഞായിമാർ ഇന്നാറ് 2 ഹയാത്ത് കാത്ത് ഒപ്പാത്തായാർ മദീനത്തിന്ന് പെഞ്ഞായിമാരൊട്ടി ചെന്ന് നിങ്ങൾക്ക് പോന്നെങ്കിൽ പോവാം, വിട്ടുവിട്ടിരുന്നാണ് തലാക്കാക്കട, നിങ്ങൾക്ക് നല്ല സൗകര്യം ജീവിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ ചെന്ന് 2 തിങ്കൾ ഞങ്ങളൊത്തും അടുപ്പവും തീ കത്തുവാട്ടി സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആ മുയാണ്ട നെനപ്പാക്കിയിരുന്നെ 2 തിങ്കൾ തീ കത്തുവാട്ടിയില്ല അവളെ ഞങ്ങളൊത്തുള്ള യാ റബ്ബി എന്തും ചെന്നിട്ട് കാര്യം അല്ലാഹു ചെയ്ത നിഅമത്തുകൾ എത്രയാണ്, കയ്യും കണക്കുമില്ലാത്ത നിഅമത്തുകളാണ്. ആ നിഅമത്തുകൾ ഞങ്ങൾ മതിമറന്നപ്പോ എന്തെല്ലാം മുസീബാത്തുകൾ പ്രയാസങ്ങളാണ് വന്നുകൊണ്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. സുബൈക്കിത്തപ്പ ഒരാൾ ചെന്ന് NRC പാസ്സാക്കിയിട്ട് അല്ലാഹു നിർബന്ധിക്കും. അപ്പൊ ഞാൻ ചൊന്നുകൊണ്ടുള്ളേ ഇതെല്ലാം ശത്രുക്കളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പാട്ടി തന്നോണ്ടുള്ളൂ. അല്ലാഹു ഞങ്ങളെ സലാമത്താക്കി തരും. അങ്ങ് എന്തോ ആക്കുക ഞങ്ങളുടെ കയ്യിൽ അതിനാണ് അധികാരം, ഞങ്ങളുടെ കയ്യിലാണ് എല്ലാം ഉള്ളത്. പക്ഷെ ആ സമയത്തെങ്കിലും നക്കൊന്ന് ബദലാവും. എന്റെ ഈമാൻ പോകുതീറ എന്തിന് നിയമം വന്നെങ്കിൽ എന്തായെങ്കിലും അതിനെ ചേഞ്ച് ആക്കോ തീർവാ നക്കൊന്നില്ല. ഞങ്ങൾ ദുർബലന്മാരാണ്. പക്ഷേ നാണ് എന്റെ ഈമാൻ തുടങ്ങണം. റബ്ബേ മരിക്കുന്നത് ഉറപ്പാണ്, ഒന്നാണെങ്കിലും മരിക്കും ഗ്യാരണ്ടി. 18,000 വർഷം ജയിച്ചെങ്കിൽ മരിക്കുന്നത് ഗ്യാരണ്ടി. ഈ അടുത്താണ് ഞാൻ ചെന്ന ഞങ്ങളൊരു സാഹചര്യ ദാറുൽ ഇർഷാദ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ്, നല്ലൊരു മനുഷ്യൻ. അയാളെ 18 വർഷത്തെ മോൾ സുബൈക്ക് തഹജ്ജുദ് എഞ്ചിട്ട് ആ പെണ്ണുമോൾ അക്കൻ നൊമ്പലാവുള്ളൂ, നമുക്ക് നെയ്യ നൊമ്പലാവുള്ളൂ ചെന്നിട്ട് ബാപ്പടെ മണിക്ക് പോകുന്നുണ്ട് മരണപ്പെട്ട് വൈക്കുന്നു ചെന്ന്. പിന്നെ ഞാൻ മെസ്സേജ് ആക്കിയാൽ അപ്പൊ അയാൾ ചെല്ലെ ഭയങ്കര പൊട്ടിട്ട് തയ്യാറ് ബർക്കത്ത് കൊണ്ട് നമുക്ക് നല്ല ഈമാൻ തന്നെ അനുഗ്രഹിക്കുമാറാവും. അയാൾ ഭയങ്കര പൊട്ടിട്ട് എൻ്റെ മോളുടെ റൂപ് പോയി കട്ടാക്കി കൊണ്ടുപോയി 18 വർഷത്തെ മോൾ സ്വന്തം മടിക്ക് വന്ന് കണ്ടുപോകുമ്പോൾ അയാൾ ആനന്ദായിട്ട് എത്രയാണ് പിസായി. അപ്പൊ ആരും നിൽക്കില്ല, എല്ലാവരും മരിച്ചു പോകണം, വിട്ടുപിരിഞ്ഞിട്ട് പോകണം. ദുനിയാവിലൊന്നും ശാശ്വതമാണ് ഏത് സമയം. അപ്പൊ ഞാൻ നണ്ടൊട്ടിയെ നാണെനിക്ക് കുർത്തിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ 30 നാളോടെ തെറ്റിച്ചൊന്നുമില്ലെങ്കിൽ ചില പറ്റിയിട്ടാണ് എന്ത് ചൊല്ലാലും ಅದಕ್ಕೆ ಬೇರೆ ನಾನು ನನ್ನೊಟ್ಟಿಗೆ ಮೇ ಉಳಿದಿ ಅನ್ನೋട്ടുണ്ട് ಮುಷಾರತ್ ಅದಂದ್ರೆ ನಿನ್ನೊಟ್ಟಿಗೆ ನೀ ಉಂಡೋಣ ನನ್ನೊಟ್ಟಿಗೆ ನಾನು ಉಂಡಿ ಉಂಡುಳ್ಳೆ ಅವ ನೀಗ ಬೇರಿಕಂಡ ನಿನ್ ಕುರ್ದಿಜುಳ್ಳೆ ನಿಂಕುಳ್ಳ ಉರ್ದಿಯಲ್ಲ ಅದಕ್ಕೆ ನಾನು ಅರ್ಹನೂ ಅಲ್ಲ ನನ್ನೊಟ್ಟಿಗೆ ನಾನು ಚೊಲ್ಲೋണ്ടുಳ್ಳೆ ಮುಷಾರತ ನಾನು സെറ്റിട്ടോണ്ടുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും മണക്കുണ്ടായിരുന്നത് അൽഹംദുലില്ലാ സന്തോഷം. അപ്പൊ ഞാൻ ചെന്നോണ്ടുള്ളേ ഞങ്ങളെ ബച്ചാവാക്കൾ ഞങ്ങൾ എപ്പെങ്കിലും മരിക്കും. 18 വർഷം ജീവിച്ചെങ്കിൽ മരിക്കുന്നത് ഗ്യാരണ്ടിയാണ്. ചിലപ്പോ ആ ബോധമേ നിങ്ങൾക്ക് വന്നില്ലേ നാളെ മരിക്കണോ ഇണ്ട് അവന്റെ കട്ടിൽ തിരിച്ചിട്ട് 95 വർഷമായിരുന്നു 85 വർഷമായിരുന്നു നാവ് നല്ല ആഫിയത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നൊരുത്തര ഭാഗ്യമേ അപ്പം കൊണ്ടിയോണ്ടിരിക്കണം. എന്തൊരു മുസീബത്താണ് റബ്ബേ. അള്ളാഹു നന്നാക്കി തരുവാണ്. 85 വർഷമായെങ്കിലും നക്കുള്ള ചർച്ച ആ പള്ളിയിൽ നിന്ന് പൈൻറ്റ് കൊടുത്തിടാറ്, അവിടെ നിന്ന് പൈൻറ്റ് കൊടുത്തിടാറ്, ആരൊട്ടി ഇട്ട് കൊടുത്താറ്, രണ്ടൊട്ടി ഇട്ടാറ്. നാനിതിന് വേണ്ടിയിട്ട് ഗൗജാക്കട്ടെ ഗറാട്ടാക്കട്ടെ. അതേ സമയത്ത് കണ്ണാട്ട മുമ്പ് പോയി ഇരിക്കുമ്പോ നല്ല താടി പൈൻറ്റ് കൊടുത്തിടാറ്. ഇപ്പൊ കറുത്തിട്ടുണ്ടോ കുറച്ച് നാളാവുമ്പോ ഇത് വെൽക്കിട് ഈ താടി ആറ് പൈൻറ്റ് കൊടുത്തത് അതിനെ ಬಗ್ಗೆ എനിക്ക് ചർച്ചമേ ഇല്ല. ನಾನು ಪಳ್ಳಿಗೆ ಪೈಂಟ್ ಹೊಡ್ತದ್ರ ಬಗ್ಗೆ ಪೈಂಟ್ ಕಲರ್ ಚೇಂಜ್ ಹಾಕಿದ್ರ ಬಗ್ಗೆ ಆ ಭಯಂಕರ ಗೌಜ್ ಹಾಕಿಕೊಂಡುಳ್ಳೆ ಗಲಾಟೆ ಹಾಕಿಕೊಂಡುಳ್ಳೆ ಅಣ್ಣ. ಹೆಂಗೆ ನಾನು ಕಣ್ಣಾಟ್ರ ಮುಂದೆ ನಿಂಡಪ್ಪ ನನ್ನ ತಾಡಿ ಪೈಂಟ್ ಹೊಡ್ತಾರ ಈ ಪೈಂಟ್ ಆರು ಹೊಡ್ತಾರ ರಬ್ಬೆ ಅದ್ರೊಂದು ಹಿಂದೆ ನಕ್ಕ ಇಪ್ಪಾಟೋಗ ಆವಾತೆ ಆ ರಾಯತ್ತ ಇನ್ಸ್ಟಿಟ್ಯೂಷನ್ ಪೈಂಟ್ ಹೊಡ್ತಪ್ಪ ಚೇಂಜ್ ಹಾಕ್ಯಪ್ಪ അവിടെ ಗಲಾಟೆ ಹಾಕಿ ಇದಾಕ್ಯ ನಾನು പക്ഷെ ನನ್ನ ತಡಿಕೆ ಪೈಂಟ್ ಹೊಡ್ತಾರ ആരും വന്നില്ല. ಅದರ ಬಗ್ಗೆ ಗಲಾಟೆ ಹಾಕೋದಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. PM ಅದು പാസ്സാക്കിയ ഇത് പാസ്സാക്കിയ പക്ഷെ അവന്റെ തടിയിൽ അവന് നിയന്ത്രണം ഇല്ല. അവനൊരു പല്ല് മുമ്പ് നയിച്ചിട്ടുണ്ടായെങ്കിൽ
அவனுக்கு சுமராக்கோ சாத்தியம் இல்லை. ஒரு மினிஸ்டருக்கு இந்தியத்தில் ஓடுறீங்க எல்லா பஸ்ஸரையும் ஒரு ஆர்டர் கொண்டு நிப்பாட்டவும் சாத்தியா. எல்லா சாரிக பஸ்ஸரையும் നാളെ റോഡ് ഇളിയണ്ടാൻ ചൊന്നെങ്കിൽ അവിടെ കൊണ്ടത് സാധ്യമാണ്. അവർക്ക് അധികാരമുണ്ടോ? പക്ഷേ നക്ക് നാളെ പല്ല് നമ്പർ വരവ് തീരാൻ ചൊന്നിട്ട് പാസ്സാക്കും ലോകത്തൊരു മിനിസ്റ്റർക്കും സാധ്യയില്ല, ഒരാൾക്കും സാധ്യയില്ല. ഇത് നക്ക് എന്റെ ಗೊತ್ತಾവില്ല ചൊന്നെങ്കിൽ ನಾನು നക്കുവേനായിട്ട് ഫ്രീയാവില്ല. ആറാറ് വർഷപ്പം ഞാൻ ഉൾപ്പെട്ടെ, പക്ഷേ നക്കുവേനായിട്ട് ഇതുവരെ ഞാൻ ഉൾപ്പെട്ടിട്ടേ ഇല്ല. നക്കുവേനായിട്ട് ഞാൻ ഉൾപ്പെട്ടില്ല. അപ്പ വരച്ചപ്പോ ഉൾപ്പെട്ടെ, എല്ലാവരും വരച്ചപ്പോ ഉൾപ്പെട്ടെ, എന്തെല്ലാം ആയപ്പോ ഉൾപ്പെട്ടെ, കച്ചവടത്തിൽ ലോസ് ആയപ്പോ ഉൾപ്പെട്ടെ. പക്ഷെ നക്കുവേനായിട്ട് നന്റെ ഓടുത്തൊട്ടു ആ ഉൾപ്പെട്ടിട്ടേ ഇല്ല. ആരും ഉൾപ്പെട്ടില്ല. നക്കുവേനായിട്ട് നാനേ ഉൾപ്പെട്ടുള്ളൂ. അപ്പൊ ഞാൻ ചൊന്നുകൊണ്ടുള്ളേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. ഖുർആനിൽ ചെന്ന പോലെ നടന്നു. അങ്ങനെ നടന്നപ്പോഴാണ് അപ്പൊ ഈ ഒരു ആശയത്തിൽ ഞങ്ങൾ വളർന്നെങ്കിൽ എപ്പോഴും ഞങ്ങൾ ചൊല്ലുള്ള ആശയം അത് മാത്രമാണ്. ഞങ്ങൾ കുറെ നിസ്കരിക്കൽ, കുറെ ഇബാദത്ത്, അതൊന്നും വിഷയം. ഞങ്ങളുടെ വിഷയത്തിൽ ഒന്നെങ്കിൽ നന്റെ നാം നന്നാക്കുന്നത്, നന്റെ പലവ് സമാക്കുന്നത്. ആൾമാരെ എല്ലാം അയക്കപ്പെടുന്ന നാളുണ്ട്. ആഖിറത്ത് മഹ്ശറത്ത് അണ്ട് നന്റെ നീ സോപ്പാട്ട പറ്റിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയുണ്ട് സൂറത്ത് ശുആറ ഖുർആനിൽ ചൊല്ലു. എപ്പ അണ്ട് നല്ല കൽബുമായി പടച്ചോണ്ട് മുന്നോട്ട് പോണോ. നിസ്കാരം കുറച്ച് എന്തെങ്കിലും പ്രശ്നം ഇല്ല, നോമ്പ് ഫർദായതെല്ലാം എടുത്തറ, ബാക്കിയൊന്നും ഇല്ല ഉണ്ട് ജീവിതത്തിൽ, തൊന്തരയില്ല. നല്ല ആളാണ്. സുബൈക്ക് എണിച്ചിട്ട് അവർക്ക് ചെമ്മ ഇബാദത്ത് എന്തെടുക്കോ അവരില്ല. സുബൈക്ക് എണിച്ചിട്ട് പണിക്ക് പോകണം. പാവം 200-300 രൂപ കിട്ടേ നയിക്കോ കൊണ്ട് എല്ലാ നാളിലും നയിക്കോ കൊണ്ടയാൾ ജാവ് കൊണ്ട്. പിന്നെ അയാൾ ആരെ എണ്ണ കുറിച്ചത്തില്ല. അയാൾ പറഞ്ഞല്ല അത്യാവശ്യം നിസ്കരിച്ചോളൂ, എണ്ണ കുറിച്ചത്തേ ഇല്ല. അയാൾ വന്ന് എവിടെ എണ്ണ പോകട്ടെ. അയാൾ സുബൈനെ വെച്ച് പോയിത്തോടെ പണിയെടുത്തല്ലേ. അയാളങ്ങോറങ്ങിയിട്ട് വന്നിട്ട് സുബൈക്ക് അയാൾ നല്ല ആറാവത്ത് എഞ്ചിട്ട് വീണ്ടും സ്ഥലത്ത് പോയിട്ട് അയാൾ ആരെ വലിയ അഭിപ്രായം ചൊല്ലില്ല. അയാളെ മനസ്സ് നല്ല ക്ലീനാണ്. എങ്കിൽ പഠിച്ചോണ്ട് വന്നിട്ട് ചെയ്യുന്ന ആളാണ് അയാൾ. പഠിച്ചോണ്ട് വന്നിട്ട് ചെയ്യുന്ന ആൾ അയാൾ നാണോ സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ പണികൾ ഹെവി പണിയൊന്നും വെക്കില്ല. അതേസമയത്ത് ബാക്കി കാര്യത്തിലെല്ലാം ഞാൻ ഇടപെട്ടുകൊണ്ടുള്ള ഞാൻ ഭയങ്കര ആളാണ്. ഞാൻ ആൾമാർ വലിയ അഭിപ്രായം ചെന്നുകൊണ്ടുള്ള എൻ്റെ നാവും നിൽക്കുന്നതയില്ല, വിനോദത്തിന്റെ വിഷയമേ ഉള്ളേ. അങ്ങനെ ഞാനിങ്ങനെ ഗാഡിയിൽ പോകുമ്പോ ഈ പാവത്തോളം പോയോണ്ടുള്ള അപ്പൊ ഞാൻ ചെല്ലേ എനിക്കൊരു ബോധമില്ല. എനിക്ക് ഇതേ സമയത്ത് സുബൈക്ക് നയിക്ക് പോകണ്ടേ പെഞ്ഞായി മക്കൾ ബർത്തരെ ഒരു സമാജത്തെ ഒരു ഉത്തരവാദിത്വം നിൽക്കില്ല. നീക്ക് ഇതേ പണി നിയമേ സമാജമേ നങ്ക ആ പോകുമ്പോഴും എന്റെ മനസ്സിലുള്ളത് എന്തേ നക്കെത്ര ഉത്തരവാദിത്വം ഉണ്ടോ, ആണാറ് നക്കെത്ര പണി തീർക്കുകൊണ്ടു, നിസ്കാരങ്ങൾ ഗമ്മത്ത് നക്കുണ്ടു. അയാൾക്ക് ഇല്ല ബാവ, അയാൾ ചന്ദ്രക്കാലത്ത് നിസ്കരിക്കണേ ചോദിച്ചു സ്വത്ത് കൊണ്ടു, വേറെ എന്തില്ല. അങ്ങനെ ചെല്ലുമ്പോഴും അയാളെ മനസ്സിൽ തോന്നുള്ളൂ കറക്റ്റ് അല്ലേ. ഇല്ലെങ്കിലും നമുക്ക് ഇതെന്ത് തീരില്ല, നാ വെറും പാവാണ്, അവന്റെ വലിയ ആൾമാറാണ്. അയാളെ മനസ്സിൽ തോന്നിയിട്ട് നാ പാവാ, ഇയാൾ വലിയ ആള്. എന്റെ മനസ്സിൽ എന്തിനു തോന്നില്ല, നാളെ വലിയ ആളാണ്, പണികൾ ചെമ്മാക്കട. എന്റെ മനസ്സിൽ ഓടില്ല പോക്കാണെന്ന് തോന്നിയിട്ടുണ്ടേ. പടച്ചോണ്ട് കൊണ്ടത് ഇഷ്ടപ്പെട്ടവനാണ്, പടച്ചോണ്ട് കൊണ്ടത് നല്ല ആളവനാണ്. ഞാൻ ഇത്ര പണിയാക്കിയിട്ട് കാര്യമില്ല. എന്റെ കൽവ് സമയത്ത് വരും. കൽവ് അങ്ങനെ സമയമുണ്ടോ എന്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരിക്കലും വിലയിരുത്തുകയില്ല. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്, സ്വീകരിക്കപ്പെടുന്നത് നീയത്തുകൊണ്ടാണ്. അത് ഔണൗണിയെ വന്നു ഞാൻ നല്ലവണ എന്റെ റബ്ബ് കാണു വന്നു. ആരെല്ലാം നല്ലങ്ങ ഉള്ളാറ് മോശത്തങ്ങ ഉള്ളാറ് റബ്ബ് കാണുമോ. ഒരാളെ പറ്റിയും അഭിപ്രായം തൊല്ലുകൊണ്ട് ഇതെത്തിയ ഇതാണ് ഹുലുഖുൻ. അത് ഭാരി പണിയുണ്ട്, സമാക്കമാവില്ല. അത്ര സുലഭയൊന്നുമില്ല. എത്ര ഇബാദത്താക്കിയെങ്കിലും നാണ് അഭിപ്രായം ചൊല്ലുമേ. എന്റെ ഹുലുഖ് അപ്പുറം പോയിട്ടാകുമ്പോൾ ചേഞ്ച് ആവും. ഞാൻ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുലുഖ് ഖുർആനായിട്ട് നല്ല സ്വഭാവം, നല്ല സ്വഭാവം. ഇതിന്നെക്കാണ് അള്ളാഹുടെ വന്നാൽ വിജയിക്കണേ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ചെന്ന ഏറ്റവും വലിയ മധുരന്തര വന്നുള്ള വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നിങ്ങൾ വലിയ സ്വഭാവത്തിലുള്ള നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വഭാവത്തിൽ നിങ്ങളുള്ള നല്ല നിസ്കാരം. ഞാൻ ഇത് ഓതുമ്പോൾ പലപ്പോഴും വാചനാക്കില്ലേ നല്ല നിസ്കാരത്തിലുള്ള ആണെന്ന് ചൊല്ലിട്ടല്ലേ എത്രയാണ് നിസ്കരിച്ചത്. നിസ്കരിച്ചിട്ട് കാലിങ്ങനെ ഭയങ്കര നമുക്ക് ജനറൊക്കെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടാകുമ്പോൾ തോന്നുന്നു അൽഹംദുലില്ലാഹ് ഞാൻ നിസ്കരിച്ചല്ലേ. ഇവിടെ നിസ്കാരം എത്ര കൊത്തുണ്ട. നിസ്കരിച്ച് യാവിടെ വിളിച്ച് സുബൈക്കോ കാലിങ്ങനെ വീങ്ങിപ്പോയിട്ട് ബിൽക്കുൽ ഞങ്ങളെ കൊണ്ട് സാധ്യമില്ല. ഈ നേതാവത്തിന് നിസ്കരിക്കണം, എന്തി നിസ്കരിക്കണോ. ആയിഷ ബീവിക്ക് എടുത്ത് എന്തിനാണ് കഷ്ടപ്പെടുന്ന നബിയെ കണ്ടിട്ട് ബേജാറായി പോയി. അള്ളാഹു നിൽക്കുന്ന പുറത്തു നിന്നിട്ടില്ല, എനിക്കൊരു ദോഷമില്ലല്ലോ, എന്തിന് കഷ്ടപ്പെടണം ചെന്നപ്പ ബോധം ഇതാണ്. ഇതേ ചിന്ത നമുക്ക് അള്ളാഹുടെ ഒരു ശുക്റുള്ള ദാസനാവണ്ടേ, നന്ദിയുള്ള ദാസനാവണ്ടേ. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുണ്ടാതെ ചൊല്ലിയിരുന്നു
ചിന്തിക്കണം അല്ലാഹുവിന്റെ ಬಗ್ಗೆ മാത്രം. ആര് ലോകത്തിൽ ഇത്രയും വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൃത്തികൊണ്ടല്ല, പിന്നെയോ നല്ല സ്വഭാവം. ചെമ്മകൊണ്ടല്ല, ചെമ്മെന്തും കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ വിചാരിച്ചാ ഞങ്ങളെ പോലെ എല്ലാ നാളും 30 നാൾ ഒരു ഗണ്ട വൃത്തിയൊന്നും അങ്ങനത്തെ വൃത്തിയില്ല. യാരോ എങ്കിൽ അറ്റത്തും ഒരാളുടെ പ്രഭാഷണമൊക്കെ 10 മിനിറ്റാണ്. യാറില്ല ചെന്ന പ്രസംഗങ്ങളില്ല, കുറച്ച് വിഷയം കണ്ടിട്ടേ പഠിക്കുന്ന ആൾമാർ. ആ ഒരു അന്തത്തിൽ നാളും നിങ്ങൾ എത്തുന്നുണ്ടാ ചെന്നോണ്ട് തങ്ങളുടെ ಬಗ್ಗೆ ചെല്ലെ ഉണ്ടാണ്ടി ഇങ്ങനെ ചെമ്മനാരതിക്കോട്ട എന്തിന് അള്ളാഹുടെ വകയാണ് അച്ഛനാച്ചൻ. അപ്പൊ ചൊന്ന് നാൻ നാണ് നന്ദിയുള്ള അടിമയാവണ്ടേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ എന്തിനു ചൊല്ലുന്നത്? വഇന്നക അലാ സലാത്തിൻ അദീമ, നിങ്ങൾ ഭയങ്കര നിസ്കാരത്താളല്ലേ നബി. ഏറ്റവും അങ്ങനെ ചെന്നേയില്ലേ, നിങ്ങൾ ഭയങ്കര നോമ്പിടെ ആളത്തെ അതെന്തു ചൊന്നല്ലേ. ഇതിനർത്ഥം അതല്ല വേണ്ടാണ്ടല്ല, അതെല്ലാം വേണോ, അത് കട്ടായ. പക്ഷെ ഇതാക്കിയിട്ട് അതാക്കിയാണ് വാല്യൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ചൊന്നത് ഇതാണ്, വഇന്നക അലാ ഖുലുഖിൻ അദീം, നിങ്ങൾ അത്യുന്നതമായ നല്ല സ്വഭാവത്തിലുള്ള ആളല്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആയിഷ ബീവി അടക്കമുള്ള വെഞ്ഞായിമാരോട് ചെന്ന് നിങ്ങളെ വീട്ടിലെ നിങ്ങൾ തൊലാക്കാക്കളെ നിങ്ങൾ പോനെ രണ്ട് നിങ്ങൾ അടുപ്പുള്ള തീകത്തോടെ അങ്ങനത്തെ അവല്ല. എത്ര ഫക്കറായിരിക്കുന്ന വിചാരിക്കല്, എന്തൊരു ദാരിദ്ര്യമായിരിക്കും അവരെ വിചാരിച്ചില്ലെങ്കിൽ എല്ലാം കിട്ടത്ത്. ഇത്രയും കഷ്ടമാണ്, അത്രയും പ്രയാസമാണ്. രണ്ട് നിങ്ങൾ ഔത്തു തീകത്തോട്ടില്ല ചെന്നപ്പോ ഞങ്ങളുടെ പഞ്ഞായിമാർ നിൽക്കുക, ഇത് അങ്ങനെ നിൽക്കുവാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അപ്പൊ കേട്ടാ ഉമ്മ ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ചെയ്യിച്ചില്ലേന്ന് കേട്ട. രണ്ട് നിങ്ങൾ ഔത്തു തീകത്തോട്ടില്ലല്ലോ, എങ്ങനെ ചെയ്യിച്ചേ? അപ്പൊ ചെന്നാൽ അസ്വദാണ് രണ്ട് തണ്ണിയും അതുപോലെ ഇത് യൂസാക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്യിച്ചോ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുന്ന ആൾമാരുള്ളവരാണ്. അങ്ങനെ ഇങ്ങനെ ചൊല്ല ആൾമാർ പോണെങ്കിൽ പോണിന്ത് ഇന്ന് നാളോട് വെച്ചിട്ട് അഭിപ്രായം ചെന്നിട്ട് കാര്യമില്ല. പോണെങ്കിൽ ഒലിമ്പോ പെഞ്ഞായിമാർ കൊണ്ടുപോണിന്ത് നിങ്ങൾ ഗുരുണ്ടായിട്ടൊന്ന് കെട്ടിയിട്ടില്ല, തലാക്കാക്കില്ലാൻ ചെന്നില്ലേ, പോണെങ്കിൽ പോറും. അള്ളാഹു ആണ് ഖുർആനിൽ ചെന്നുകൊണ്ടുള്ള ആയത്തിറക്കിയിട്ട് പോണെങ്കിൽ പോവാ തലാക്ക് ചെല്ല വലിയ ഐശ്വര്യത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ. ചെന്നപ്പോ വരെ അങ്ങ് പോയില്ല, അങ്ങ് പോയില്ലേ. ഞങ്ങൾ വേനിക്കും പോകുന്നു, അങ്ങനെ തവാണ് ഈ ഹദീസിലും പോയില്ല എന്നാണ്. ജയിലിൽ കുറെ ആൾമാരെ ജയിലിൽ കിട്ടും. ജയിലിന്റെ വാർഡൻ ചൊല്ലെ നിങ്ങൾ എല്ലാവരും ഓരോ ജയിലിന്റെ വായിൽ ഓപ്പൺ ആക്കി തന്നെ നിങ്ങൾ ആരും കൊണ്ടേയില്ലോ. ജയിലിന്റെ പോണ്ടേ പോയോണ്ടില്ലേ എങ്കിൽ മനസ്സിലാക്കണോ, ഇത് ജയിലല്ല, ഇതിന്റെ ഉള്ളിൽ യന്ത്രമാവുള്ളൂ. വാർഡൻ പോകുന്നത് ചെന്നിട്ടും പോയോണ്ടില്ലേ, വായിൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ടും പോയോണ്ടില്ല എങ്കിൽ നിങ്ങളെ ഒരു സ്വർഗത്തിലും കിട്ടാത്ത നിയമത്ത് ഒരു കിട്ടിയോണ്ടുള്ളൂ. നിങ്ങളെ ഒരു ജാതിയിലും കിട്ടാത്ത നിയമത്ത് ഈ ഗുഡിസന്റെ അവിടുത്തെ ഉള്ള കിട്ടിയോണ്ടുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഏതാവാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സയ്യിദുൽ താബിഈൻ, താബിഈങ്ങളുടെ നേതാവ് ഹസൻ തങ്ങൾ ചൊല്ലും, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെഞ്ഞായിമാർ ഔത്തുകൊന്നാൻ പോയില്ല. ഇങ്ങനെ കയ്യെത്തുമ്പോ മാട് കിട്ടിയോണ്ടിരുന്നത്. നിങ്ങളുടെ എത്ര വീട്ടുള്ളൂ മാട് കിട്ടിയോണ്ടിരുന്നത്? ഏത് മാട്? മല വന്നെങ്കും വെയിൽ വന്നെങ്കും ബച്ചാവാവോ ആവാത്തം കെട്ട മാടാണ്. അങ്ങനത്തെ മാടിലാണ് ഇങ്ങനെ ജീവിച്ചോണ്ടുള്ളൂ. അങ്ങനത്തെ ഗുഡിസന്റെ ഉൾക ജീവിച്ചെടുത്ത ഞങ്ങളെ ഉമ്മമാർ പോയില്ല. എന്റെ അൻപത്തുണ്ടോ പുറത്തെവിടെയും കിട്ടാത്ത സൗഭാഗ്യം ഈ ഔത്ര ഉൾകാണ്. ഇത് ഹുലുക്കാണ്. ഞങ്ങളുടെ മനസ്സങ്ങ് നിറഞ്ഞിട്ടില്ല, അങ്ങനെ പേർ നിറഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഇത് ഞങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഞങ്ങളുടെ മനസ്സങ്ങ് നിറയണം. പള്ള നിറഞ്ഞില്ലെങ്കിലും എന്തറിയില്ല, പള്ള നിറഞ്ഞിട്ട് ഞങ്ങളെ പള്ള ഭയങ്കര നിറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മനസ്സ് നിറയുന്നതേ ഇല്ല, കൽബും സലീം ആവുന്നതേ ഇല്ല. അപ്പൊ ഈ ഒരു ബോധം നമുക്കും നിൽക്കും ഞങ്ങൾ എല്ലാവരും അള്ളാഹു വിട്ടു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇന്ന് ചെന്നത് മുഷാറത്ത നന്റൊട്ടിയെ ഞാൻ മുണ്ടിയുള്ളൂ സുവൈക്കറ്റവാടെ അത് നല്ല ബദലാക്കമുള്ള ഏറ്റവും വലിയ തെരുവാണ്. അള്ളാഹു നാളെ നന്നാക്കി തരുമാറാവട്ടെ, സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ സദസ്സിനെ ഖബൂൽ ചെയ്യണം റഹ്മാൻ. ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾ, ഇവിടെ ഇരുന്ന് ഇൽമു കേട്ട മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും സന്തോഷവും വർദ്ധിപ്പിച്ചു തരണം റഹ്മാൻ. നമ്മുടെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാൻ. നിന്റെ മഹബ്ബത്ത് മഅരിഫത്ത് ഞങ്ങൾക്ക് നീ എത്തിത്തരണം റഹ്മാൻ. ഞങ്ങളുടെ എല്ലാ അവയവങ്ങളും നീ ശുദ്ധിയാക്കണം റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ, നാഫിയായ ഇൽമ നമുക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാൻ. ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാൻ, മുത്തഖീങ്ങളാക്കണം റഹ്മാൻ. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാൻ. ഈ നിമിഷം വരെ നാം ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകൾ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം റഹ്മാൻ. ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാൻ, ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാൻ. നിന്റെ ഓർമ്മ സദാ സമയം നമുക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങളെ
ഖൽബിൽ നീ വർദ്ധിപ്പിക്കണം റഹ്മാൻ. അവസാനം ഹുസ്നുൽ ഖാത്തിമ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാൻ. ഞങ്ങളുടെ ആഖിറത്ത് നീ നന്നാക്കണം റഹ്മാൻ. മുഴുവൻ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാൻ. എല്ലാ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാൻ. മുസ്ലിമീങ്ങൾക്ക് ലോക ജനങ്ങൾക്ക് നീ സമാധാനം നൽകണം റഹ്മാൻ. സന്തോഷം നൽകണം റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നന്നാക്കി തരണം റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ ഖൈരി ഖൽഖിഹി വനൂരി അർശിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.